നമുക്ക് ഓൾമോസ്റ്റ് ഒരു 112 ഓർഡേഴ്സാണ് നമ്മളിവിടെ ക്ലോക്ക് ചെയ്ത ടോട്ടലായിട്ട്. അതിൽ 2074 പൗണ്ട്സിൻ്റെ ടോട്ടൽ സെയിൽസും വന്നിട്ടുണ്ട്. ഹായ് എവരിവൺ, നമ്മളെ ഈ സീരീസിലെ ഏറ്റവും ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളിവിടെ ചലഞ്ചായിട്ട് ചെയ്ത ഇ-കോമേഴ്സ് സ്റ്റോറിൻ്റെ UK ഇ-കോമേഴ്സ് സ്റ്റോറിൻ്റെ സെയിൽസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതെങ്ങനെ എടുത്തു എന്നുള്ള ആഡ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് ഞാൻ ഈ പാർട്ടിൽ ഡിസ്ക്രൈബ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഈ ബ്രാൻഡിൻ്റെ ഇവിടുത്തെ ഞാൻ തുടങ്ങിയ വൺ വെൽനസ് UK ബ്രാൻഡിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഈ ഒരു ചലഞ്ച് ചെയ്തത് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഓർഡേഴ്സാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 100 ഓർഡേഴ്സ് വരെ എത്തിയിട്ട് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതേപോലെ 100 ഓർഡേഴ്സ് എത്തി, 100 ഓർഡേഴ്സ് ക്ലോസ് ചെയ്തു. 100 ഓർഡേഴ്സ് ക്ലോസ് ചെയ്തപ്പം തന്നെ ഞാൻ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് ആണ് ഞാൻ ആക്ച്വലി അതിന് ശേഷമാണ് ഞാൻ സെയിൽസിൻ്റെ ഒക്കെ ഡോക്യുമെൻറ്റേഷൻ തുടങ്ങിയത്. ഞാനിത് ലൈവായിട്ട് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പക്ഷേ ലൈവായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇൻ ബിറ്റ്വീൻ എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ട്രാവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സെയിൽസ് എല്ലാം എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എങ്ങനെയൊക്കെ എടുത്തു, എത്ര സെയിൽസ് വന്നു, അതിൻ്റെ ഫുൾ അനലിറ്റിക്സ് ഞാൻ ഷോപ്പിഫൈ പാനൽ ഓപ്പൺ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്യൂച്ചർ ഇനി അടുത്ത് ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അത് എൻ്റെ ഈ സ്റ്റോറിൻ്റെ പ്ലാനിങ് മാത്രമല്ല, നിങ്ങൾക്കും എക്സാക്ട്ലി ആ ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ഫസ്റ്റ് 100 ഓർഡേഴ്സോ 200 ഓർഡേഴ്സോ കംപ്ലീറ്റ്ലി ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ബ്രാൻഡും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സജഷൻസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതിനകത്താണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പുള്ള വീഡിയോസൊക്കെ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ള ഒരു തിയറിറ്റിക്കൽ പാർട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ആഡ്സിൻ്റെ പാർട്ടായാലും ഷോപ്പിഫൈയുടെ പാർട്ടായാലും പിന്നെ ക്രിയേറ്റീവ്സിൻ്റെ പാർട്ടായാലും. അപ്പോൾ അന്ന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഈ റിസൾട്ട്സ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ പാർട്ടിലൊക്കെ അങ്ങനെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂഷൻ ചെയ്യാനുള്ള രീതിയിലുള്ള അതിൻ്റെ തിയറീസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. സോ നിങ്ങൾ നേരത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് വാച്ച് ചെയ്യുക. ആ വീഡിയോസ് ഇവിടെ വാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ഇവിടെ സെയിൽ വരുമ്പോൾ ആ സെയിൽ എങ്ങനെ വന്നെന്ന് ഞാൻ പറയണമല്ലോ, അതൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോറിലോട്ട് പോവാം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 100+ ഓർഡേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് ഒരു 7 ഡേയ്സ് കൊണ്ടാണ് മാക്സിമം സ്കെയിലിംഗ് ചെയ്യാൻ പറ്റിയത്. ഞാനിത് ഓൾമോസ്റ്റ് ഒരു ജൂൺ ഫസ്റ്റ് വീക്കൊക്കെ തുടങ്ങിയതാണ് ഈ സ്റ്റോർ. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ട്രാവലൊക്കെ വന്നതുകൊണ്ട് ഞാൻ ആദ്യത്തെ പ്രോഡക്റ്റ് കുറച്ച് ചെയ്തു. അതിനുശേഷം ആദ്യത്തെ പ്രോഡക്റ്റ് എനിക്ക് അത് അത്ര അതിനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ രണ്ടാമത്തെ പ്രോഡക്റ്റിലോട്ട് സ്വിച്ച് ചെയ്തു. രണ്ടാമത്തെ പ്രോഡക്റ്റിലോട്ട് സ്വിച്ച് ചെയ്തത് ഓൾമോസ്റ്റ് ഒരു 2 വീക്സ് കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ പ്രോഡക്റ്റിലോട്ട് സ്വിച്ച് ചെയ്തത്. അതിനുശേഷം പെട്ടെന്നൊരു സ്കെയിലിംഗ് ആയിരുന്നു. പെട്ടെന്ന് സ്കെയിൽ ചെയ്ത് നമ്മളൊരു 100+ ഓർഡേഴ്സിലോട്ട് മൂവ് ചെയ്തതാണ്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറിലോട്ട് പോകാം. സോ ഇതാണ് നമ്മളുടെ സ്റ്റോർ. ജൂൺ 1 to ജൂലൈ 15 വരെയാണ് ഞാനിപ്പോൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 112 ഓർഡേഴ്സാണ് നമ്മളിവിടെ ക്ലോക്ക് ചെയ്ത ടോട്ടലായിട്ട്. അതിൽ 2074 പൗണ്ട്സിൻ്റെ ടോട്ടൽ സെയിൽസും വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് നോക്കുകയാണെങ്കിൽ ഓർഡേഴ്സിൻ്റെ ഫ്ലോ നോക്കുകയാണെങ്കിൽ ഉണ്ടാവും. ഈ ഒരു ജൂൺ 10 തൊട്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഓർഡർ നമുക്ക് വന്നത് ജൂൺ 10 എനിക്ക് തോന്നുന്നു. ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഷോപ്പിഫൈ എല്ലാം സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ജൂൺ ഫസ്റ്റ് വീക്കിനാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അത് സ്ലോ ആയിട്ട് ഒരു മുന്നോട്ട് പോയി. ഇത് ഫസ്റ്റത്തെ ഓർഡർ നമുക്ക് ഇതാണ് സീറ്റ് കുഷൻ, നമ്മളെ ആ ഒരു സീറ്റിലേക്ക് വയ്ക്കുന്ന സീറ്റ് കുഷൻ്റെ ഓർഡറാണ്. അത് നമുക്ക് ഞാൻ ആദ്യമേ അത് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതുപോലെ അതൊരു പ്രോബ്ലം ആയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യണം. പല അവതാസ് ടെസ്റ്റ് ചെയ്യണം. മേ ബി നമുക്കൊരു പ്രീസെയിലൊക്കെ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഉള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോകണം. പക്ഷേ ഞാൻ അത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ആ ട്രാവൽ ആയതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ ക്രിയേറ്റീവ്സിൻ്റെയൊക്കെ കുറച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്രിയേറ്റീവ്സൊക്കെ ബിൽഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് അത് തന്നെ ആ പ്രോഡക്റ്റ് തന്നെ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അന്ന് വെയിറ്റ് ചെയ്തത്. എന്നിട്ട് കുറച്ച് സ്കെയിൽ മുന്നോട്ട് പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു എങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന വേറൊരു ഹീറോ പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ പ്രോഡക്റ്റിലോട്ട് മൂവ് ചെയ്യാമെന്ന് വെച്ചു. അത് നീ പില്ലോ നമുക്ക് പെട്ടെന്ന് സ്കെയിൽ ചെയ്തു. ഒരു ഓൾമോസ്റ്റ് 23 ഓർഡേഴ്സ് പ്ലസ് ഒക്കെ ഒരു ഡേ സ്കെയിൽ ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ അത് 100 ഓർഡേഴ്സ് ചെയ്തതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു. ബട്ട് ഇപ്പോഴും അത് ഓൺ ചെയ്യുന്നെങ്കിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇതൊരു 500+ ഓർഡേഴ്സ് ഇപ്പം കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ക്രോസ് ചെയ്തിട്ട് ഇന്ന് ഡേറ്റ് വരുന്നത് ഏകദേശം ജൂലൈ 20 ഞാൻ ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ
ഇത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മളെടുത്ത സെയിൽ ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ എത്താണ് ജൂലൈ 23 അല്ല ജൂലൈ 15 ലാസ്റ്റ് സെയിൽ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സെയിൽ. നമ്മൾ വന്ന സെയിലെല്ലാം ഫുൾഫിൽ ചെയ്തു, എല്ലാ ഓർഡേഴ്സും നമ്മൾ ഫുൾഫിൽ ചെയ്തു. ഓൾമോസ്റ്റ് 112 ഓർഡേഴ്സാണ് നമുക്ക് ടോട്ടലായിട്ട് വന്നത്. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം UK കസ്റ്റമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഡേഴ്സാണ്. ആക്ച്വലി ഈ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിക്കാൻ പാടില്ലെന്നാണ്, ബട്ട് ഞാനിവിടെ ചലഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ UK ഒരു സ്റ്റോർ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, 50 to 100 ഓർഡേഴ്സ്. ഇപ്പോൾ നമുക്ക് വന്ന ഓർഡേഴ്സിൽ എനിക്ക് തോന്നുന്നു ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്യാനുണ്ട്. ആക്ച്വലി ഈ ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്യാനുണ്ട്. ഇത് ഒരു UK തന്നെ കുറച്ച് റിമോട്ട് ഏരിയ ആണ്. സ്കോട്ട്ലാൻഡിൽ നിന്നും കുറച്ച് അങ്ങോട്ട് ഒരു ഐലൻഡൊക്കെ ആണെന്നാണ് അറിഞ്ഞത് ഇത് നോക്കിയപ്പോൾ. അങ്ങോട്ട് നമുക്ക് ഡെലിവറി സർവീസസ് ഇല്ല. അപ്പോൾ UK അത് ഡെലിവറി സർവീസസ് ഉണ്ട്. അപ്പം നമ്മൾ ആ കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു ചോദിച്ചൊക്കെയാണ്, മെയിലിൽ ചോദിച്ചൊക്കെയാണ് നിങ്ങൾക്ക് റീഫണ്ട് വേണോ അതോ കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്റ്റ് ഒന്ന് അയച്ചു തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഓർഡർ പോയിട്ട് ബാക്കിയെല്ലാ ഓർഡേഴ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്തു. അപ്പോൾ നമുക്ക് വന്ന ഓർഡേഴ്സിൽ ഫസ്റ്റത്തെ ഓർഡേഴ്സ് എല്ലാം നമ്മൾ ബണ്ടിൽ ഓഫറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും നമുക്ക് വന്നത് സിംഗിൾ ഓർഡറൊക്കെയാണ്. പിന്നെ ചില പിന്നീപ്പിലൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ 3-4 ഓർഡേഴ്സൊക്കെ പർട്ടിക്കുലർ 1 ഓർഡറിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്ട്സൊക്കെ ഇത് കണ്ടോ, ഇത് ഇത്രയും നമുക്ക് നമ്മൾ ഈ പ്രോഡക്റ്റാണ്, ഈ പ്രോഡക്റ്റ് വെൽനസ് കംഫർട്ട് പ്രോ പ്രോഡക്റ്റാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് ആക്ച്വലി എനിക്ക് തോന്നുന്നു എത്ര 1 2 3 4 12 14 ഓർഡേഴ്സ് എന്താണ് അത് വന്നത്. 14th ഓർഡർ വരെ നമുക്ക് 14 ഓർഡേഴ്സ് ആ പ്രോഡക്റ്റ് വന്നു, ആ ഓർഡർ വന്നു. അതിൽ ഒരു ഓർഡർ റീഫണ്ട് പോയിട്ടുണ്ട്, കാരണം കസ്റ്റമറിന് അത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് മേ ബി അവർ കുറച്ച് ക്രോണിക് ഡിസീസൊക്കെ ഉള്ളവരാണ്, അവർക്ക് അത് യൂസ്ഫുൾ ആയില്ല എന്നുള്ള രീതിയിൽ മെയിൽ വന്നു. നമ്മളത് റീഫണ്ട് കൊടുത്തു. അതെങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും 14 ഓർഡേഴ്സാണ് ഇത് വന്നത്. ബാക്കി 112 ഓർഡേഴ്സിൽ ബാക്കിയെല്ലാ ഓർഡേഴ്സും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 96 ഓർഡേഴ്സ് അല്ലേ, 96 ഓർഡേഴ്സ് നമുക്ക് പില്ലോയുടെ ഓർഡറാണ് വന്നത്. അതിൽ മൾട്ടിപ്പിൾ ഓർഡേഴ്സൊക്കെ വന്നതുണ്ട്. 2 പീസസിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്, പിന്നെ 2 പീസസിൻ്റെ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് പില്ലോയ്ക്ക്. ഓക്കെ, 2 പീസസ് 3 പീസസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓർഡേഴ്സാണ് നമുക്ക് മെയിനായിട്ട് വന്നത്. ഇതെല്ലാം മെറ്റ ആഡ്സ് വഴിയാണ് വന്നത്. മെറ്റയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റ ആഡ്സ് മാത്രമേ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ടിക്ടോക്ക് ആഡ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ ടിക്ടോക്കിൻ്റെ ഒരു പിക്സലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷേ ടിക്ടോക്ക് ആഡ്സ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യില്ല. ടിക്ടോക്ക് ആഡ്സിൽ നിന്ന് കുറച്ചുകൂടെ നമുക്ക് സെയിൽസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കാരണം നമ്മൾ ടിക്ടോക്ക് പ്രോഡക്റ്റാണ് ഈ പർട്ടിക്കുലർ നീ പില്ലോ പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റാണ് ഈ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ്. ഇത് ടിക്ടോക്ക് പ്രോഡക്റ്റാണ് ആക്ച്വലി. അപ്പോൾ ടിക്ടോക്കിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റാണ്. പക്ഷേ ഞാൻ ടിക്ടോക്ക് ആഡ്സ് ഇവിടെ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടിക്ടോക്ക് ആഡ്സ് ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ബാൻ ആയതുകൊണ്ട്, ടിക്ടോക്ക് ബാൻ ആയതുകൊണ്ട് നമുക്കിവിടെ വീഡിയോസിലൂടെ കാണിക്കാൻ പറ്റില്ല. അത് പബ്ലിക് വീഡിയോസിലൂടെ കാണിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ടിക്ടോക്ക് ആഡ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മറ്റേ തന്നെ നമുക്ക് അത്യാവശ്യം സ്കെയിലിംഗ് ചെയ്യാൻ പറ്റി. ഇത് ആക്ച്വലി ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന ദിവസമൊക്കെ നല്ല മൊമെൻറ്റ് കിട്ടാനുള്ള ഒരു ടൈമിൽ നിന്നപ്പോഴാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. നല്ല ഇനിയും സെയിൽ ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ഇന്നിപ്പം 5 days 6 days കൂടെ ആയി ഇപ്പം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്. മേ ബി ഇവിടെ ഓഫ് കോഴ്സ് ഒരു 400 to 500 ഓർഡേഴ്സ് വരെയൊക്കെ മൂവ് ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണത് നമുക്ക് ആ ആഡ് അപ്പോഴും നിന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അനലിറ്റിക്സ് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും ഗ്രോസ് സെയിൽസ് വന്നു. അതിനകത്ത് ഡിസ്കൗണ്ട്സും നമ്മുടെ റീഫണ്ട്സും എല്ലാം കൂടെ കഴിയുമ്പോൾ 2074 പൗണ്ട്സിൻ്റെ സെയിൽസാണ് ടോട്ടൽ ഇവിടെ വന്നത്. ഇതിനകത്ത് വന്നതിൽ സെഷൻസ് 2056 സെഷൻസാണ് വന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് ബോട്ട് ട്രാഫിക്സുകളുണ്ട്. UK സെഷൻസ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് 470+ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൗൺസിൽ ബ്ലോക്സ് എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഈ ആപ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരുടെ സെർവറിൽ നിന്ന് വരുന്ന ബോട്ട് ട്രാഫിക്കുകളാണ്. UK ഓൾമോസ്റ്റ് ഇതിൽ നിന്നൊരു 1500 5500 താഴെയുള്ള ടോട്ടൽ ട്രാഫിക്സേ UK വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ അനലിറ്റിക്സുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. കൂടുതലും ഫേസ്ബുക്കിൽ നിന്നാണ് നമുക്ക് ആഡ്സ് വന്നത്, കാരണം ഫേസ്ബുക്കിൽ നിന്നാണ് സെയിൽസ് വന്നത്. കാരണം ഇത് കൂടുതലും വാങ്ങുന്നത് 35 to 40+ യൂസേഴ്സാണ് നമ്മളിൽ നിന്ന് വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനലിറ്റിക്സ്. പിന്നെ ഇതിനകത്ത് വന്നത് ഇനി നമുക്ക് വേണ്ടത് ആഡ്സ് മാനേജറാണ്. ഇതെങ്ങനെ ഈ സെയിൽസ് വന്നു, ഇതെങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ ഇതാണ് നമ്മളെ ആഡ്സ് മാനേജർ. വൺ വെൽനെസ്സിൻ്റെ ഒരു ആഡ്സ് മാനേജർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പുതിയതായിട്ടൊരു ന്യൂ ആഡ്സ് മാനേജർ. ആക്ച്വലി ഇത് 9th ജൂണിലാണ് ഈ ഫസ്റ്റ് ഒരു ഈ ഒരു ആഡ്സ് മാനേജറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആഡ്സ് മാനേജർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ഈ എന്താ പറയുക, നമ്മൾ സെയിൽസ് ചാനൽസിൽ നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ സെർവർ സൈഡ് കണക്ഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആഡ്സ് റൺ ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള API ഇൻറ്റഗ്രേഷൻസ് അതിനകത്ത് ചെയ്യാൻ പറ്റൂ. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ എൻ്റെ മെറ്റാ ആഡ്സിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് ഇതിനെക്കുറിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെയിം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പുതിയ ഫ്രഷ് ആഡ് അക്കൗണ്ട് ആയിരുന്നു. ഇപ്പോൾ ഇതിന് വേണ്ടി വൺ വെൽനെസ്സിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രഷ് UK ബേസ്ഡ് ആയിട്ട് പൗണ്ട് ബേസ്ഡ് ആയിട്ട് ഒരു ആഡ് അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തത് ഒരു പേജ് ലൈക്ക് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്തു. ഒരു 7 poundsനൊക്കെ പേജ് ലൈക്ക് ക്യാമ്പയിൻസ് ചെയ്തു. മേ ബി വലിയ റിസൾട്ട്സ് ഒന്നും വന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു 28 പേജ് ലൈക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി. കുറച്ചുകൂടെ വേണമെങ്കിൽ അത് മൂവി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് അന്ന് ആ ജൂൺ 9th സ്റ്റാർട്ട് ചെയ്ത് ഒരു ജൂൺ 15th നമുക്ക് തീർക്കാമെന്നുള്ള പ്ലാനിലാണ്, നമ്മൾ ഈ ചലഞ്ച് തീർക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു ട്രാവൽ വന്ന് അങ്ങനെ കുറച്ച് ഡിലേ ആയത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതുതായിട്ടൊരു ആഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ സെയിൽസ് ക്യാമ്പയിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മൾ ആദ്യം പേജ് ലൈക്സ് ക്യാമ്പയിൻസോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻസോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ ആഡ് അക്കൗണ്ടിനൊന്ന് വാം അപ്പ് ആക്കുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ഞാൻ ക്യാമ്പയിൻസ് ചെയ്ത് ഈ ഒരു പേജിലെ ക്യാമ്പയിനാണ്. പിന്നെ അടുത്ത് ചെയ്ത ക്യാമ്പയിൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ട്രാഫിക് ക്യാമ്പയിനാണ്. ജസ്റ്റ് ഒരു ട്രാഫിക് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതും നമുക്ക് കുറച്ച് നമുക്ക് റൺ ചെയ്ത് ഇപ്പോൾ ട്രാഫിക് ക്യാമ്പയിനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇതേപോലെ 2-3 ആഡ് സെറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഒരു ഡോളർ അക്കൗണ്ട് പൗണ്ട് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഞാൻ പറയുന്ന ഒരു 15-20 pounds ഒക്കെ ഇതേപോലെ ലൈക്ക് ക്യാമ്പയിൻസും ട്രാഫിക് ക്യാമ്പയിൻസൊക്കെ സ്പെൻഡ് ചെയ്ത് തീർക്കുക. അപ്പോൾ ആഡ് അക്കൗണ്ട് ഒന്ന് വാം അപ്പ് ആവും. അതിന് ശേഷമേ ഒരു സെയിൽസ് കൺവേർഷൻ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യാവൂ. എന്നാലേ മാത്രമേ നമുക്ക് ആഡ് അക്കൗണ്ട് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് സ്പീഡായിട്ട് ഇത് പോകാൻ പറ്റൂ. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഡോളർ അക്കൗണ്ടും പൗണ്ട് അക്കൗണ്ടൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ആഡ് അക്കൗണ്ട് ബ്ലോക്കിങ്ങിൻ്റെ ഇഷ്യൂസാണ്. ആഡ് അക്കൗണ്ട് ബ്ലോക്കിംഗ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ബിസിനസ് പോർട്ട്ഫോളിയോ ഒക്കെ നിങ്ങൾക്ക് ബിസിനസ് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്കൊരു ബിസിനസ് പ്രോപ്പറായിട്ടൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബിസിനസ് പോർട്ട്ഫോളിയോ വെരിഫൈ ചെയ്തിട്ട് അതിൽ നിന്നൊരു ആഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാക്റ്റ് ആയിട്ടുള്ള ഈ ആഡ് അക്കൗണ്ട് ബ്ലോക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒഴിവാകും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ബില്ലിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് പോവുക. ബില്ലിംഗ് ഒന്നും ഒരു സ്റ്റക്ക് വരാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് ബില്ലിങ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുക. ബില്ലിങ് സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ബില്ലിംഗ് ഒക്കെ സ്റ്റക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ചിലപ്പോൾ ബ്ലോക്കൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടുത്തെ ബില്ലിങ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം ഒരു 1-2 പ്രാവശ്യം ഇത് ഫെയിൽ ആയത് ആക്ച്വലി നമ്മളിത് സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കാർഡിൻ്റെ ലിമിറ്റ് അത് ക്രോസായി നിൽക്കും. അപ്പോൾ ആ സമയത്തൊക്കെയാണ് അത് ഫെയിൽ ആകുന്നത്. ഉടൻ തന്നെ നമ്മളത് ഇതാക്കും. അപ്പോൾ ഇതേപോലെ ബില്ലിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് പോവുക. അതിന് ശേഷമാണ് നമ്മൾ ആഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആഡ്സിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഡേ ബൈ ഡേ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ പേജിലെ ക്യാമ്പയിൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അടുത്ത ടെസ്റ്റ് ട്രാഫിക് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു ടെസ്റ്റ് സെയിൽ, പിന്നീടാണ് ഞാൻ ഒരു സെയിൽസ് കൺവേർഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 10th സ്റ്റാർട്ട് ചെയ്തത്. ഒരു 25 pound വെച്ചാണ് അത് ഡെയിലി സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 2 days ജൂൺ 10-11 വരെ സ്റ്റാർട്ട് ചെയ്തു. അത് മുന്നോട്ട് പോയി. അത് ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മളെ ഈ ഇത് നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ ക്രിയേറ്റീവ്സ് ഒന്നും ബിൽഡ് ചെയ്യാതെ തന്നെ നമ്മൾ ഈ അവിടെ നിന്ന് ഇപ്പോൾ ഈ ഗെറ്റ് ഹൂക്കിൽ നിന്നും എടുത്ത വീഡിയോ, അതല്ല എനിക്ക് തോന്നുന്നത് ഗെറ്റ് ഹൂക്കിൽ നിന്നും ഇവിടെ നിന്നും ഈ കെലോ ഡേറ്റയിൽ നിന്നും എടുത്ത വീഡിയോ മിക്സ് ചെയ്താണ് ഈ ഒരു ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് ആ ടെസ്റ്റ് ക്യാമ്പയിൻ റൺ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 41 pounds അതിൽ സ്പെൻഡ് ചെയ്തു. 41 pounds സ്പെൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾ ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഈ മെട്രിക്സ് നോക്കുക. അപ്പോൾ നമുക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ CPM കോസ്റ്റൊക്കെ ഓൾമോസ്റ്റ് 26 pounds ഒക്കെയാണ് ആ ടെസ്റ്റ് ക്യാമ്പയിൻസിൽ വന്നത്. അപ്പോൾ ക്ലിക്ക് ടു റേറ്റ് 1.22, നമുക്ക് യൂണീക്ക് ക്ലിക്സ് 17,
ലാൻഡിംഗ് പേജ് വ്യൂ യൂണീക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഒരുപാട് ബൗൺസ് വരുന്നുണ്ടായിരുന്നു. ആക്ച്വലി അത് ലാൻഡിംഗ് പേജിൽ ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അത് ബൗൺസ് കൂടുതലും വന്നത്. അതല്ലെങ്കിൽ ഇനിഷ്യൽ ടൈമിലും ചിലപ്പോൾ കുറേയൊക്കെ ബോട്ട് ട്രാഫിക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു അക്കൗണ്ടൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാ ക്ലിക്സും ഇപ്പോൾ 17 യൂണീക്ക് ലിങ്ക്സ് വന്നു, അതിനകത്ത് ഇത്ര ഒരു 50-60% ബൗൺസ് ആയിപ്പോയി. ലാൻഡിംഗ് പേജ് വ്യൂസ് അത്രയും വന്നുള്ളൂ, ലാൻഡിംഗ് പേജും കോണ്ടന്റ് വ്യൂസും അത്രയും വന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് 2 സെയിൽസ് 2 ആഡ് ടു കാർട്ടും നമുക്ക് 1 പർച്ചേസസുമാണ് അതിനകത്ത് 2 ഡേയ്സ് വന്നപ്പോൾ വന്നത്. അതിൻ്റെ കോസ്റ്റ് പെർ പർച്ചേസസ് ഒക്കെ കൂടുതലായി 41 റുപ്പീസൊക്കെയാണ് വന്നത്. ഇനി ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു വേറൊരു കാര്യം കൂടെ പറയാം. ആക്ച്വലി നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതേപോലത്തെ ഒരു പ്രോഫിറ്റ് കാൽക്കുലേറ്റർ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എത്രയാണോ നമ്മളുടെ സെല്ലിംഗ് കോസ്റ്റ്, ഓക്കെ, സെല്ലിംഗ് കോസ്റ്റ്, അതിൻ്റെ കൂടെ നമ്മളെ കോസ്റ്റ് ഓഫ് ഷിപ്പിംഗ് പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്ലസ് ഷിപ്പിംഗ്. ഇപ്പോൾ നമുക്കിപ്പോൾ ട്രീൻ ഡ്രോപ്പൊക്കെ തരുന്ന കോസ്റ്റ്, അല്ലെങ്കിൽ സെൻ ഡ്രോപ്പോ ട്രീൻ ഡ്രോപ്പോ ഏത് സപ്ലയറാണോ തരുന്ന കോസ്റ്റ്, അതിൻ്റെ ട്രാൻസാക്ഷൻ ചാർജസ് ഓൾമോസ്റ്റ് 2% വരും, 2% ട്രാൻസാക്ഷൻ ചാർജസ് വരും. പിന്നെ അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും മൈനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് വരുന്നത്. നമ്മൾ ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത് 60%. ഞാൻ ഇപ്പോൾ ഇത് നീപ്പില്ലോ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ എത്തിച്ചിട്ടുള്ളത്. നമ്മൾ 14.99 ആണ് ഒരു യൂണിറ്റ് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രോസ് മാർജിൻ നമ്മൾ 60% ഗ്രോസ് മാർജിനിലാണ്, നമ്മൾ പ്രോഡക്റ്റ് ഗ്രോസ് മാർജിനിലാണ് വയ്ക്കുന്നത്. അപ്പം നമ്മൾ ബ്രേക്ക് ഈവൻ ROIs എന്ന് പറയുന്നത് 1.72 ആണ് ഈ നീപ്പില്ലോയുടെ ബ്രേക്ക് ഈവൻ ROIs വരേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് മാക്സിമം ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 8.7 പൗണ്ട് പെർ സെയിലാണ്. അപ്പോൾ അത്രയും വന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക് ഈവൻ അല്ല, നോ പ്രോഫിറ്റ് നോ ലോസ് മോഡലാണ്. അത് കുറച്ചുകൂടെ കൂടെയാണെങ്കിൽ, ഇപ്പോൾ ഞാനിത് 20 അല്ല, ഇപ്പോൾ എനിക്കത് 6 ആ റേഞ്ച് ആണെങ്കിൽ, അല്ല എനിക്കൊരു 8 കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ബ്രേക്ക് ഈവൻ ആയി. എനിക്കതൊരു 7 കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായി. എനിക്കൊരു 6 കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് 2.5 ROIs എത്തും. അപ്പം നമ്മൾ ഒരു നോ പ്രോഫിറ്റ് നോ ലോസ് എത്തുന്നതെന്ന് പറഞ്ഞാൽ 1.72, ഒരു 1.8 വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ഈവൻ ലെവലിലോട്ടായി ഈ ഒരു പ്രോഡക്റ്റിന്. പക്ഷേ അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു കാൽക്കുലേഷൻ നമുക്ക് വേണം. നമ്മളിപ്പോൾ ഇത്രയാണ് ഒരു എക്സാക്ട്ലി നമ്മളുടെ ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം ആ ബേസിസിലാണ് നമ്മളെ ക്യാമ്പയിൻസ് ഒക്കെ ഒന്ന് സ്കെയിൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പയിൻ കിട്ടണമെന്നില്ല. ആക്ച്വലി ഇത് ഇപ്പോൾ യു കെ പോലത്തെ അക്കൗണ്ട്സൊക്കെ എന്താണ്, നമുക്ക് ഇനിഷ്യൽ ടൈമിലൊക്കെ പ്രോഫിറ്റബിൾ ആവാൻ ഇത്തിരി പാടാണ്, നല്ല പാടാണ്. അപ്പോൾ നമ്മൾ ഓൺ ദ ഗോ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മൾ സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ബ്രേക്ക് ഈവനൊക്കെ പിടിക്കാൻ നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരിക്കലും നമുക്ക് ഈ ഒരു ബ്രേക്ക് ഈവനിലൊക്കെ എത്താൻ ഭയങ്കര പാടാണ്. അൺലെസ് നമ്മളെ പ്രോഡക്ട്സൊക്കെ നല്ലൊരു ലെവലിൽ സ്കെയിലിംഗ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് പല അവതാസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്ത് ഈ ബ്രേക്ക് ഈവൻ നമുക്ക് പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് കാൽക്കുലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന്. ഞാൻ ഇപ്പോൾ എല്ലാ ക്യാമ്പയിൻസിലും എൻ്റെ എല്ലാ സ്റ്റോഴ്സിൻ്റെ ക്യാമ്പയിൻസും അല്ലെങ്കിൽ എല്ലാ ക്ലയൻസിൻ്റെ ക്യാമ്പയിൻസും നമ്മളിങ്ങനെ ഒരു കാൽക്കുലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോകുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു കാൽക്കുലേഷൻ, എത്രയാണ് അവരുടെ കോസ്റ്റ്, എത്രയാണ് അവർക്ക് വേണ്ട ഒരു ബ്രേക്ക് ഈവൻ ROIs എന്നുള്ളത്. ഇതൊരു ഓവറോൾ ഒരു മന്ത്ലി കാൽക്കുലേഷനിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടാർഗറ്റിലോട്ടൊക്കെ എത്തുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റത്തെ 10 ഡേയ്സ് 20 ഡേയ്സിലൊന്നും നമുക്ക് എത്താൻ പാടാണ്. ഓക്കെ, മെറ്റ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇന്ന് ഒരു എമൗണ്ട് ഇട്ട് ഇന്ന് തന്നെ നമുക്ക് സെയിലാക്കണമെന്ന് പറയുന്നത് പാടാണ്. മേ ബി ചില ദിവസങ്ങളിലൊക്കെ അത് നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടും, ചില ദിവസങ്ങളിൽ അത് കുറയും. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇതിങ്ങനെ ഒരു 6 പോലത്തെ ഒരു മോഡലാണ് ഈ മെറ്റ ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ഓഡിയൻസിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് പർച്ചേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് മെറ്റയുടെ ഒരു അൽഗോരിതം മനസ്സിലാക്കി ഓക്കെ നമുക്കുള്ള ഓഡിയൻസ് ഇതാണ്, നമ്മളുടെ സെയിൽസ് എടുക്കാൻ പറ്റുന്ന ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് സെയിൽസ് എടുക്കാൻ പറ്റുന്ന ആളുകൾ ഇതാണെന്നത് മനസ്സിലാക്കി പോകുന്ന ഒരു ടൈമിൽ ചില ദിവസങ്ങൾ നല്ല റിസൾട്ട്സ് കിട്ടും, ചില ദിവസങ്ങൾ ഡിം ആവും, ചില ദിവസങ്ങൾ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു നോർമൽ ആയിരിക്കും, ചില ദിവസങ്ങൾ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ ഒരു മെറ്റയുടെ അൽഗോരിതം ഇപ്പോൾ ഒരു വലിയ എന്താ പറയുക, അത് ഓട്ടോമേറ്റഡ് മോഡലാണ് പോകുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ അത് മുന്നോട്ട് നമ്മൾ സ്കെയിലിംഗ് ക്യാമ്പയിൻസിൽ അതെങ്ങനെ മുന്നോട്ട് പോയെന്നുള്ള കാര്യം ഞാൻ അത് ഡിസ്ക്രൈബ് ചെയ്യാം. അത് ചില ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഒരു 100 പൗണ്ടാണ് ഇട്ടെങ്കിൽ അത് ചിലപ്പോൾ 150 ഒക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യും. കാരണം അതിന് നല്ല റിസൾട്ട്സ് കിട്ടണമെന്ന് തോന്നുന്ന സമയമാണെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ ഒരു പാറ്റേണിൽ തന്നെ ഇപ്പോൾ സ്കെയിൽ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ROIs എന്ന് പറയുന്നത് ഇത് ഒരു എന്താ പറയുക, ഒരു മന്ത്ലി കാൽക്കുലേഷൻസിൽ നിങ്ങൾക്കൊന്ന് സ്റ്റേബിളായി നിങ്ങളുടെ ക്യാമ്പയിൻസൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് അത് മാത്രമല്ല ഈ
മെറ്റാ ആഡ്സ് ചെയ്ത് നമുക്ക് ഫസ്റ്റത്തെ ഹീറോ പ്രോഡക്ട്സിൽ നിന്ന് തന്നെ സെയിൽ എടുക്കുക, നമ്മൾ പ്രോഫിറ്റബിൾ ആക്കാമെന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ടോട്ടൽ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കോസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഈ ഷോപ്പിഫൈയുടെ കോസ്റ്റ് ഉണ്ടാവും, നമുക്ക് വേറെ യൂസ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ആപ്സുകളുടെ കോസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ പിള്ളോ അല്ലെങ്കിൽ ഈ കുഷൻ്റെ ഒക്കെ ക്യാമ്പയിൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഒരു അക്വിസേഷൻ ക്യാമ്പയിൻസ് ആണ്. ഇപ്പോൾ ഒരു കസ്റ്റമറിനെ നമ്മൾ അക്യൂർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ റിട്ടൻഷനൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ്, അപ്സെൽ പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി സ്റ്റോർ പ്രോഫിറ്റുള്ള ആവുന്നത്. ഓക്കെ, അത് ഒരുപാട് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മെറ്റൽ ഇപ്പോൾ ഇത്ര എമൗണ്ട് ഇട്ടു, ഇത്ര സെയിൽസ് കിട്ടി, ഇത്ര പ്രോഫിറ്റ് ഡെയിലി, അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു മന്ത്ലി കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി കാൽക്കുലേഷൻസിലാണ് നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രോഫിറ്റ് റേഷ്യോ ഒക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. വലിയ ലെവലിൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. മേ ബി ഇങ്ങനെ ചെറിയ ഇതിലൊക്കെ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ പറയുന്നതാണ്. പക്ഷേ നിങ്ങളൊരു ബ്രാൻഡ് നല്ലൊരു ലെവലിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ക്വാർട്ടർലിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ചില ക്വാർട്ടറിൽ ഡൗൺ ആയിരിക്കും, ചില ക്വാർട്ടറിൽ ഓഫ് സീസൺ ആയിരിക്കും, ചില ഇപ്പോൾ Q4 പോലുള്ള ടൈമുകളിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് നേരത്തെയുള്ള ക്വാർട്ടറിൽ ഡിം ആവുന്നത് നമുക്ക് ആ ഒരു ക്വാർട്ടറിലാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സും ഇതിൻ്റെ സ്റ്റോറിൻ്റെ പ്രോഫിറ്റ് റേഷ്യോയും കാര്യങ്ങളൊക്കെ വർക്കാവുന്നത്. പിന്നെ മെറ്റാ ആഡ്സ് നല്ല രീതിയിൽ വർക്കാവണമെങ്കിൽ, മെറ്റല്ല ടിക്ടോക്കുള്ള ഏത് പ്ലാറ്റ്ഫോമിലും പെയ്ഡ് ആഡ്സ് നല്ല രീതിയിൽ വർക്കാവണമെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് അവയർനെസ് പുറത്തു നിന്ന് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് വർക്കൗട്ട് ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ബ്രേക്ക് ഈവൻ ആർഒഐസ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഒരു അവതാസും അതിൻ്റെ കോൺസെപ്റ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതേപോലെ ക്ലൗഡിലൊക്കെ ബിൽഡ് ചെയ്ത സംഭവങ്ങളൊക്കെ കഴിഞ്ഞ പാർട്ടുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇതേപോലത്തെ ഒരു ഷീറ്റ് ഉണ്ടാക്കുക. മേ ബി നിങ്ങളിത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിലും, നിങ്ങളൊരു ഏജൻസിയുടെ പാർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ടീമുമായിട്ട് ചെയ്യുകയൊക്കെ ആണെങ്കിലും ഇതേപോലെ ഷീറ്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവതാസ് ആരെന്നുള്ള കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് വയ്ക്കുക. അതിലുള്ള ഏതാണ് അവരുടെ ജെൻഡർ പ്ലസ് ഏജ് കാറ്റഗറി ഏതാണെന്നുള്ളത്, പിന്നെ അവതാസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, മീൻസ് അവരുടെ ഒരു പിൻ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അത് നമ്മളൊന്നും ഒരു എന്താ പറയുക, നമുക്കൊരു ആക്ച്വലി ഈ ഒരു ഓരോരോ സ്റ്റേജസ് ആണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഓരോ അവതാസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് വർക്കൗട്ട് ചെയ്യുന്നത്, ഓരോ കോൺസെപ്റ്റ്സുകൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ക്ലൗഡിൽ നിന്ന് കിട്ടിയ റിസൾട്ട്സ് ഒക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതേപോലെ ഒരു ലിങ്ക് ആക്കിയൊക്കെ വയ്ക്കുക. ഇത് നമുക്കെപ്പോഴും നമുക്കൊന്ന് റിഫറൻസ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ അവതാസ് വെച്ചതിന് ശേഷം അതിൻ്റെ കോൺസെപ്റ്റ്സും ഇതേപോലത്തെ ലിങ്ക്സ് ആക്കിയൊക്കെ വയ്ക്കുക. നമ്മൾ ഈ കോൺസെപ്റ്റ്സുകളാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ 3-4 കോൺസെപ്റ്റ്സുകൾ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് ഒരെണ്ണം നമുക്ക് ഹിറ്റായി കിട്ടുന്നത്, വിന്നറായി കിട്ടുന്നത്. ആ കോൺസെപ്റ്റ്സിനാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് അതിൻ്റെ ഇറ്ററേഷൻസിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടോ ആക്ച്വലി ഞാൻ ഈ കംഫർട്ട് പ്രോ കുഷൻ, നമ്മൾ സീറ്റ് കുഷന് അത്യാവശ്യം നല്ല രീതിയിൽ ഞാനൊന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇതിനെ ഞാൻ ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം വെച്ച് ഇങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് സ്കെയിൽ ചെയ്തത്. ഞാൻ ഓൾമോസ്റ്റ് ഇത്രയും ഒരു അവതാസിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ എടുത്ത്, നമുക്ക് ഇത്രയും കോൺസെപ്റ്റ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന രീതിയിലൊക്കെ ഞാൻ അത്യാവശ്യം നല്ല ക്രിയേറ്റീവ്സൊക്കെ ബിൽഡ് ചെയ്തതാണ്. പിന്നെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഈ പ്രോഡക്റ്റ് വിട്ടിട്ട് മറ്റേ പ്രോഡക്റ്റിലോട്ട് കയറിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുമ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ കോൺസെപ്റ്റ് 1 എന്ന് പറയുന്നത് അവതാർ 1ഉം ഒരു വീഡിയോ, ഒരു UGC വീഡിയോ ആണ് വരുന്നത്. ഒരു UGC വീഡിയോ അത് വരുന്നത്, അത് ടോപ്പ് ഓഫ് ദ ഫണലിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ആ ഒരു പ്രോഡക്റ്റ് വർക്കൗട്ട് ആവുന്നത്. ആക്ച്വലി ഇന്ന് മെറ്റയിൽ നമ്മൾ ടോപ്പ് ഓഫ് ദ ഫണലും മിഡിൽ ഓഫ് ദ ഫണലും ബോട്ടം ഓഫ് ദ ഫണലും നമ്മൾ ഈ ഇന്നലെ ഡിസ്ക്രൈബ് ചെയ്ത ആ ഒരു സിംഗിൾ ക്യാമ്പയിനിൽ തന്നെ ഓട്ടോമാറ്റായിട്ട് ഇപ്പം പോകും. എക്സാക്ട്ലി നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ടോപ്പ് ഓഫ് ദ ഫണൽ എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യമായിട്ട് കാണുന്ന ഓഡിയൻസ്, ഇപ്പോൾ നമ്മുടെ ആ ഒരു ആഡ്സും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഓഡിയൻസ്, നമ്മളെ ബ്രാൻഡ് ആദ്യമായിട്ട് കാണുന്ന ഓഡിയൻസ്. അപ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോഡക്റ്റ് അവെയർ അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം അവെയർ അല്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം അവർക്ക് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് എൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് വേണം അത് പ്രോഡക്റ്റിലോട്ട് വരാൻ. അപ്പോൾ ഈ പർട്ടിക്കുലർ സീറ്റ് കുഷൻ പ്രോഡക്റ്റ് ആക്ച്വലി ഒരു പ്രോബ്ലം അവെയർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു. മേ ബി ഞാൻ പറഞ്ഞില്ലേ അന്ന്, ഇത് ആക്ച്വലി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നേരത്തെയുള്ള വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ. മേ ബി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവത്തില്ല എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സീറ്റ് കുഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ സീറ്റ് കുഷൻ ഡിഫറെൻ്റ് ആവുക, അപ്പോൾ അതൊരു പ്രോബ്ലം അവെയറായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ
നമ്മൾ എത്ര പേര്, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ ഈ എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ എത്ര പേര് സീറ്റ് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ സീറ്റ് കുഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് ആളുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല. എന്താണ് പ്രോബ്ലം ഉണ്ടാവുക എന്നുള്ള കാര്യം ആളുകൾക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു സീറ്റ് കുഷൻ നമ്മൾ എത്ര പ്രീമിയം കാറാണെങ്കിലും ഈ സീറ്റ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത് മാക്സിമം കൊളിഷൻസ് ഒക്കെ വരുമ്പോൾ മാക്സിമം ആക്സിഡൻറ്റ്സ് അവോയ്ഡ് ചെയ്യാനുള്ള രീതിയിലാണ് സീറ്റ്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും കംഫോർട്ട് നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ കംഫോർട്ട് ഉണ്ട്, പക്ഷേ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ടെയിൽ ബോണ് അല്ലെങ്കിൽ നമ്മുടെ സ്പൈന് ഇതിനൊക്കെ ഒരു പ്രഷർ വരുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മളൊരു സീറ്റ് കുഷൻ വിത്ത് ലംബാർ സപ്പോർട്ടുള്ള ഒരു സീറ്റ് കുഷൻ വെക്കുകയാണെങ്കിൽ നമ്മൾ ടെയിൽ ബോണിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിന് പ്രഷർ കുറയും, പിന്നെ സ്പൈനിലുള്ള ആ ഒരു ഇടയിലുള്ള പ്രഷേഴ്സൊക്കെ കുറയും. അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ അന്ന് ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ആ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇത്ര പ്രോബ്ലംസുകൾ നമ്മളെ യൂസേഴ്സ് ഫേസ് ചെയ്യുന്നു, നമ്മൾ അവതാസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ അത് നമ്മൾ വായിച്ച് നോക്കി അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ഓഫ് ദ ഫണൽ എന്ന് പറയുന്നത് ആക്ച്വലി ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഇതൊരു അവയർനെസ് നമ്മൾ കൊടുക്കണം. ഒരു പ്രോബ്ലം അവയർനെസ് കൊടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ വർക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രോബ്ലം അവയർനെസ് കൊടുക്കണമെങ്കിൽ ഇവരെ ഡയറക്റ്റായിട്ട് ലാൻഡിംഗ് പേജ് നമ്മളെ പ്രോഡക്റ്റ് പേജിലൂടെ എത്തിക്കുന്ന മുമ്പ് ഇതൊരു പ്രീസെയിൽ പേജിലോട്ടൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈ പ്രോഡക്റ്റ് വർക്കൗട്ട് ആവും. ഓക്കെ, അപ്പോൾ അതിന് കുറച്ചുകൂടെയൊക്കെ വർക്കുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് മെയിനായിട്ട് വർക്കാവുന്നത്. അങ്ങനെ ഓരോരോ അവതാസ് ബേസ്ഡ് ആയിട്ട് നമ്മളിത് ഒരു പ്രോബ്ലം അവെയർ ആയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ മേ ബി ഒരു ഗിഫ്റ്റ് ബയറൊക്കെ ആണെങ്കിൽ ഓക്കെ, അത് നമുക്കൊരു പാരൻസിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ആ രീതിയിൽ. ഇപ്പോൾ അതും നമ്മളൊരു ആ ഓരോ ഓഡിയൻസിൻ്റെ ഇടയിൽ 35 to 45 പീപ്പിളിൻ്റെ ഇടയിൽ എന്തിന് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് പാരൻസിന് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ പാരൻസൊക്കെ മേ ബി അവരുടെ പാരൻസ് ഒരു 60-70 years ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവർ റെഗുലറായിട്ട് ഇരിക്കുമ്പോൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അവരുടെ ടെയിൽ ബോണിൻ്റെ പ്രശ്നങ്ങൾ, ഏജ്ഡ് ആയിട്ടുള്ള ഈ സ്കയാറ്റിക്ക പോലെയുള്ള ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവയർനെസ് നമ്മൾ പാസ് ചെയ്യണം നമ്മൾ ആഡ്സിലൂടെ. അത് എന്നിട്ട് ഒരു ലാൻഡിംഗ് പേജ് എത്തുമ്പോൾ ആ ലാൻഡിംഗ് പേജും അതിനനുസരിച്ച് ആക്ട് ചെയ്യണം. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മെഡിക്കൽ ടച്ചിലൂടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്കയാറ്റിക്ക അല്ലെങ്കിൽ നെർവ് പെയിൻ അങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല ആഡ്സിൽ. ഇപ്പോൾ നമ്മൾ പ്രൈമറി ടെക്സ്റ്റിലോ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ പിന്നെ ഉപയോഗിക്കാം, പക്ഷേ പ്രൈമറി ടെക്സ്റ്റിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ചിലപ്പോൾ ആഡ് ബ്ലോക്ക് ആവത്തില്ല, പക്ഷേ CPM കോസ്റ്റ് ചിലപ്പോൾ മറ്റേ ഹൈ ആക്കും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഇതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആക്ച്വലി ഇതേപോലെ നിങ്ങൾ ഓരോ അവതാസിനും ഓരോരോ കോൺസെപ്റ്റ് നിങ്ങൾ ബിൽഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാനില്ല ഇത്രയും കോൺസെപ്റ്റ് ഞാൻ ഈ ഗ്രീനിൽ വെച്ചേക്കുന്ന ഇത്രയും കോൺസെപ്റ്റുകൾ ഞാനിപ്പോൾ എൻ്റെ ഇവിടുത്തെ ആഡ്സുകളിൽ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്നാണത് ലോഞ്ച് ചെയ്തത്, ഇന്ന് അതിൻ്റെ ഇത്ര വീഡിയോസ് നമുക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ മെൻഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. നിങ്ങൾ എത്ര ക്രിയേറ്റീവ്സ് ഇറക്കുന്നുണ്ട്, എത്ര അവതാസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, ആ അവതാസിൽ ഏതൊക്കെ കോൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്തു, അല്ല ഏതൊക്കെയാണ് വിന്നറായിട്ട് കിട്ടിയത്, ഏതൊക്കെ നമുക്ക് ഫെയിലായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ കിട്ടും. ഞാൻ സ്ലീപ്പ് അലൈനിൽ ആക്ച്വലി ഞാൻ ഞാൻ 2 അവതാസാണ് ഞാൻ ടാർഗറ്റ് ചെയ്യാൻ ഫസ്റ്റ് നോക്കിയത്. കാരണം ഇത് ചെറിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ചെറിയ വാല്യൂ, ഇപ്പോൾ 15 pounds പപ്രോഡക്റ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ അധികം അവതാസ് നോക്കിയില്ല. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബ്രോഡായിട്ട് നിൽക്കുന്ന 2 അവതാസ്, സ്ലീപ്പ് ഒപ്റ്റിമൈസർ, പോസ്റ്റ്മോർട്ടം റിട്ടേണർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ പ്രഗ്നൻസി അങ്ങനെയൊക്കെയുള്ള ഒരു അവതാസിനെയാണ് ഞാൻ നോക്കിയത്. അതിൽ ഞാൻ സ്ലീപ്പ് ഒപ്റ്റിമൈസർ മാത്രമേ ഞാൻ ചെയ്തോളൂ. അതിൽ ഈ ഒരു ഫസ്റ്റ് കോൺസെപ്റ്റ് മാത്രമാണ് കൂടുതലും വർക്കൗട്ട് ആക്കിയത്. പക്ഷെ അതിൽ തന്നെ എനിക്ക് നല്ല സെയിൽസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇനിയും എനിക്ക് തോന്നുന്നു സ്ലീപ്പ് ഒപ്റ്റിമൈസറിൻ്റെ ഒരു അവതാസിൻ്റെ ലിസ്റ്റാണിത്. ഒരുപാട് അവതാസുകൾ സ്ലീപ്പ് ഒപ്റ്റിമൈസറിനുണ്ട്. അപ്പോൾ അതിൻ്റെ അവതാസ് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് 5 അവതാസിൽ വേറെയും കുറേ അവതാസുകളുണ്ട്. ആക്ച്വലി ഈ അവതാസ് ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, ഞാൻ ഒറ്റ അവതാസ് മാത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ഈ ലാസ്റ്റത്തെ അവതാർ 5 മാത്രം ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട്സ് അവിടെ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്ന മുമ്പ് നിങ്ങളിങ്ങനെ ഒരു പ്രീ പ്ലാനിങ് ചെയ്യുക. നമ്മൾ ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ അവതാസമുണ്ട്, ഏതൊക്കെ അവതാസമായിട്ട് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രീ പ്ലാനിങ് വർക്കൗട്ട് ചെയ്യണം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം ഞാനിത് പറഞ്ഞ പോലെ ഈ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു ക്ലിക്കിന് ഓൾമോസ്റ്റ് നമ്മളിവിടെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എവിടെയാണ് കോസ്റ്റ് പെർ യൂണീക്ക് ക്ലിക്ക് ആണല്ലേ 1 ചില സമയങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൂടും. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 pound എബോ എന്തായാലും വരും.
ഓക്കെ, പിന്നെ നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ഒക്കെ ആകുമ്പോൾ നമുക്കത് കുറയും. പക്ഷേ നിങ്ങൾ ഇനിഷ്യൽ ടൈമിലൊക്കെ തുടങ്ങുമ്പോൾ ഇത്രയും ഒരു കോസ്റ്റ് വരും. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് റിസൾട്ട്സ് വരണമെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു ഇൻപുട്ട് ഈ അൽഗോരിതത്തിന് കൊടുക്കണം. നമ്മൾ ഏതാണ് അവതാസ് എന്നുള്ള നല്ലൊരു ഇൻപുട്ട് കൊടുക്കണം. അത് ബേസ്ഡ് ആയിട്ടുള്ള ആഡ്സും കാര്യങ്ങളും നമ്മൾ ബിൽഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞത്. നിങ്ങളിത് പ്ലാൻ ചെയ്യുക, ഇങ്ങനെ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്യുക. ഇത് നമ്മളിപ്പോൾ ഇവിടെ UK US പോലെയുള്ള കൺട്രികളിൽ മാത്രമല്ല, നിങ്ങൾ ഇന്ത്യ ചെയ്യുമ്പോഴും ആക്ച്വലി ഇതേപോലെ രീതിയിൽ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുന്നത് ഇങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ സത്യം പറഞ്ഞാൽ എളുപ്പമാണ്. ഞാൻ നേരത്തെ പാർട്ടിൽ പറഞ്ഞതുപോലെ നിങ്ങൾ 1 ക്യാമ്പയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് CBO ക്യാമ്പയിൻസിൽ ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ പ്രോസ്പെക്റ്റിംഗ് ക്യാമ്പയിൻസ് അത് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ പല അവതാസുകൾ ഏതാണെന്ന് മനസ്സിലാക്കുക. അതിനകത്ത് എല്ലാ കോൺസെപ്റ്റ്സുകളും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ചില കോൺസെപ്റ്റ്സുകളും പെട്ടെന്ന് നമുക്ക് റിസൾട്ട്സ് കിട്ടും. ആ കോൺസെപ്റ്റ്സ് നിങ്ങൾ അതിൻ്റെ പുതിയ ട്രേഷൻസിൽ വീണ്ടും പുതിയ ആഡ്സെറ്റ്സുകൾ അത് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണത് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതും ഇതേ ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി ഡേ ബൈ ഡേ ആയിട്ടുള്ള മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ക്യാമ്പയിൻസ് നമ്മൾ June 10th സ്റ്റാർട്ട് ചെയ്തു. 2 days റൺ ചെയ്തു. ആക്ച്വലി ഞാൻ ഈ ഇങ്ങനെ ടെസ്റ്റ് ക്യാമ്പയിൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പുതിയ അക്കൗണ്ട് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഒരു അക്കൗണ്ട് ഒന്ന് വാം അപ്പ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു സെയിൽസ് കൺവേർഷൻ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ 2 ദിവസം കഴിഞ്ഞ് ഓഫ് ചെയ്യും. വീണ്ടും പുതുതായിട്ട് 2 ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ ചെയ്യുന്നു. അത് എൻ്റെ ഒരു സ്റ്റൈൽ രീതിയാണ്. എനിക്ക് ഈ ക്യാമ്പയിൻസ് നമ്മൾ പുതുതായിട്ടൊരു ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ആഡ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒന്നാമത്തെ കാര്യം ഇതിന് ലിമിറ്റ് ഭയങ്കര കുറവാണ്. നമുക്ക് ഒരു ദിവസം നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എന്താ പറയുക, വളരെ ഗ്രാജുവലി മെറ്റ നമുക്ക് ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത് തരും. അപ്പോൾ മെറ്റയ്ക്ക് ലിമിറ്റ് ഇൻക്രീസ് നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഒരുപാട് ഇപ്പോൾ ഡെയിലി ഇപ്പം ഞാൻ ഇപ്പോൾ 25 വരെ 100 120 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് മെറ്റയ്ക്ക് ചിലപ്പോൾ അത്രയും സ്പെൻഡ് ആകത്തില്ല. മെറ്റയ്ക്ക് ഭയങ്കര ഒപ്റ്റിമൈസേഷൻ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ മെറ്റ ആദ്യം സ്പെൻഡ് ചെയ്ത് നമുക്ക് കുറച്ച് ബിൽസൊക്കെ തരണം വേണ്ടില്ലേ. ഞാൻ ഇപ്പം കുറേ ബില്ലുകൾ ഞാൻ കാണിച്ചു തന്നില്ലേ, എത്രയോ ബിൽസുകൾ നമ്മളത് ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ June 20 എത്തുന്ന മുമ്പ് തന്നെ ഞാൻ ഒരുപാട് ബിൽസുകൾ ഞാൻ ഇങ്ങനെ റൺ ചെയ്താണ് എടുത്തത്. അപ്പോൾ നമുക്കിങ്ങനെ കുറേ ബിൽസുകളൊക്കെ വരുമ്പോൾ ആക്ച്വലി ആദ്യം പ്രീപെയ്ഡ് ആയിട്ടൊക്കെയാണ് ഞാൻ ഫണ്ട് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ കാർഡ് അറ്റാച്ച് ചെയ്ത് ഓട്ടോമാറ്റിക് ECS ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് UK അക്കൗണ്ടിൽ ആദ്യം നമുക്ക് ECS ഓപ്ഷൻ ഓൺ ചെയ്ത് തരത്തില്ല. നമ്മൾ കുറച്ച് പ്രീപെയ്ഡ് ആയിട്ട് ഫണ്ട് ആഡ് ചെയ്ത് സ്പെൻഡ് ചെയ്ത ശേഷമാണ് നമുക്ക് ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് നമുക്ക് അപ്രൂവ് ആയി കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ ഓരോ സെയിൽസ് കൺവേർഷൻ ക്യാമ്പയിൻസ് നിങ്ങൾ തുടങ്ങി അത് പുതിയ അക്കൗണ്ട് ആണെങ്കിൽ ഇത് എൻ്റെ രീതി ചെയ്യുന്നതാണ്. മേ ബി ചില ആളുകൾ അത് ഓക്കെ എല്ലാവർക്കും ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ചില ആളുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടങ്ങ് അവർ ഇതിനകത്ത് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പുതിയ അക്കൗണ്ട്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് വയ്ക്കും, ഒരു ക്യാമ്പയിൻ ചെയ്യും, അതിനെ ഞാൻ 2 ദിവസം റൺ ചെയ്യും, അതിനങ്ങ് ഓഫ് ചെയ്യും. ഈവൻ തോ എനിക്ക് റിസൾട്ട്സ് കിട്ടുന്നത് ഞാൻ ഓഫ് ചെയ്യും, എന്നിട്ട് പുതിയ ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്യും. അത് ഇനിഷ്യൽ ലെവലിലൊന്ന് ജസ്റ്റ് ഒരു വാമപ്പിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കാണത്. ഞാൻ പിന്നെ അടുത്ത ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് June 12th June 12th വീണ്ടും ഇതേപോലത്തെ ഒരു ക്യാമ്പയിൻസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ 2 കോൺസെപ്റ്റ് ഇട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 2 കോൺസെപ്റ്റ്സിൽ ഞാൻ ഇത്രയും ഓരോ കോൺസെപ്റ്റ്സിൽ 3 വീഡിയോസ് വെച്ച് ഞാൻ അത്രയും വീഡിയോസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇമേജസ് ഒക്കെ ഇറക്കി വീഡിയോസ് ഇറക്കി. ഇത് ഞാൻ കൂടുതൽ AI ബേസ്ഡ് ആയിട്ട് പോയില്ല. നമ്മൾ കൂടുതലും ഇത് ടിക്ടോക്കുള്ള വീഡിയോസൊക്കെ തന്നെയാണ് ടെസ്റ്റ് ചെയ്തത്. അത് എത്ര കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടി. ഇപ്പം നമ്മളിപ്പോൾ ഗെറ്റ് ഹൂക്കൊക്കെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ മറ്റേ ബ്രാൻഡ്സിന് കിട്ടിയ സെയിം കൈൻഡ് ഓഫ് ഇതൊക്കെ ഈ ഒരു ക്യാമ്പയിൻ ഈ ഒരു ക്രിയേറ്റീവൊക്കെ നമ്മളിപ്പോൾ കാണിച്ച ഗെറ്റ് ഹൂക്കിൽ നിന്നൊക്കെ ഒരു ബ്രാൻഡ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് ആ രീതിയിൽ ആ സെയിം വീഡിയോ തന്നെ എടുത്തിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. എക്സാക്ട്ലി വോയിസ് ഒക്കെ ഞാൻ എൻ്റയർലി ഡിഫറെൻ്റ് ആക്കിയിട്ട് അത് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ആ ക്രിയേറ്റീവ് ചെയ്യുന്നത് നമ്മളെ മെമ്പർഷിപ്പ് ഏരിയക്കകത്ത് ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം, മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഡേ അതായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് നമ്മൾ 50 pounds നമ്മൾ പെർ ഡേ കൊടുത്തത് ആ ടെസ്റ്റ് ക്യാമ്പിന്. എനിക്ക് തോന്നുന്നു 4 days എന്തോ പോയി. 204 pounds അത് സ്പെൻഡ് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇംപ്രഷൻ കോസ്റ്റ് കുറച്ചുകൂടെ കുറഞ്ഞു വന്നു മറ്റേതിനേക്കാളും. ക്ലിക്ക് ടു റേറ്റ് 1.94 ഒക്കെ വന്നു. പിന്നെ നമുക്ക് ലാൻഡിങ് പേജസ് കോസ്റ്റ് ഒക്കെ ഹൈ ആയിരുന്നു. 2 pounds ഒക്കെ നമുക്ക് പോയി. അത് കോസ്റ്റ് പെർ വ്യൂ അതൊക്കെ പോയി. നമുക്കൊരു ഇൻഷ്യൽ ചെക്കൗട്ട്സ് ഇട്ട് 4 purchases ആവുന്നത് നല്ല കോസ്റ്റിലാണ് നമുക്ക് സെയിൽസൊക്കെ വന്ന് തുടങ്ങിയത്. കാരണം ആ നമ്മൾ ഇനിഷ്യൽ ടൈമിൽ അത് ഒന്ന് പിക്കപ്പ് ചെയ്യാൻ നമ്മളെടുത്ത കോൺസെപ്റ്റ്സ് ഒക്കെ ചില കോൺസെപ്റ്റ്സ് വർക്ക് ആവത്തില്ല. അപ്പോൾ അത് പിക്കപ്പ് ചെയ്യാനൊക്കെ സമയമെടുത്തു. ഓക്കെ, ഒരു 51 എനിക്ക് തോന്നുന്നു പിന്നെ എല്ലാ പർച്ചേസസ് ഇവിടെ ഫെച്ച് ആയിട്ടില്ല. ഇപ്പോൾ
ചില ആളുകളൊക്കെ അവരുടെ iOS നിന്നൊക്കെ വാങ്ങുന്നവർ അവരുടെ പ്രൈവസി ഇതൊക്കെ ഓഫ് ചെയ്തിരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നമുക്ക് ഈ അക്കൗണ്ട്സിലൊക്കെ വരുമ്പോൾ UK-ലും അത് ഭയങ്കര കൂടുതലാണ്. US-ലും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഇതും നമുക്ക് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ മിക്ക പർച്ചേസും 95 പർച്ചേസസ് ഇവിടെ ഫെച്ച് ആവും. പക്ഷേ ഇവിടെയൊക്കെ ഒരു 80% നമുക്ക് കിട്ടും. ബാക്കിയൊക്കെ അത് ഇതാവും. അപ്പോൾ നമുക്ക് തന്നെ ടോട്ടൽ നമുക്ക് ഇതായിട്ടില്ല 104 പർച്ചേസസ് ഇവിടെ ഫെച്ച് ചെയ്തിട്ടുള്ളൂ. നമുക്ക് 112 പർച്ചേസസ് കയറിയിട്ടുണ്ട്. ഒരു ഓർഡർ പോലും നമ്മുടെ സൈഡിൽ നിന്ന് ഇട്ടിട്ടില്ല. കംപ്ലീറ്റ്ലി ഇത് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ഓർഡർ പോലും എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഓർഡർ പോലും ഇട്ടിട്ടില്ല. നമ്മളെല്ലാം ഫസ്റ്റ് ഓർഡർ തൊട്ട് തന്നെ നമ്മളെ കസ്റ്റമറിൻ്റെ ഓർഡർ തന്നെയാണ്. നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഓർഡർ പോലും വന്നിട്ടില്ല. ഞാൻ ആക്ച്വലി ടെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി. എന്നിട്ട് ക്യാമ്പയിൻസ് റൺ ചെയ്ത് നമ്മൾ തുടങ്ങി. ഞാൻ ഇത് ഫസ്റ്റ് ക്യാമ്പയിൻ ഈ June 10th സ്റ്റാർട്ട് ചെയ്തൊരു എനിക്ക് തോന്നുന്നൊരു മോർണിംഗ് UK മോർണിംഗ് ടൈം ഒരു 12 o'clock അല്ല 12 AM വെച്ചു ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ സൈഡ് വന്നു. അപ്പോൾ ഞാൻ അതിനുശേഷം അന്ന് ഞാൻ ടെസ്റ്റ് ഓർഡർ ഇടണമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ വിട്ടുപോയി. അതിനുശേഷം പിന്നെ ഓർഡർ വന്നു. പിന്നെ ഞാൻ എന്തായാലും വർക്കിംഗ് ആവുന്നതുകൊണ്ടാണല്ലോ ഓർഡേഴ്സ് വരുന്നത്. പിന്നെ ഞാൻ ടെസ്റ്റ് ഓർഡർ ഇടാനും ഞാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ നമുക്ക് അന്ന് 4 പർച്ചേസസ് വന്നു. അത് കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ നമ്മളെ കൺവേർഷൻ റേറ്റ്സ് ഒക്കെ നമുക്ക് 3.696 ആണ് നമ്മളെ കൺവേർഷൻ റേറ്റ്. അപ്പോൾ നമ്മൾ പർച്ചേസ് കൂടാൻ കാരണം ഇതിൻ്റെ ഇംപ്രഷൻ കോസ്റ്റ് നല്ല ഹൈ ആണ്. അപ്പോൾ നമ്മൾ വന്നതിൽ ഏകദേശം 4% ആളുകൾ അത് കൺവേർട്ട് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കൺവേർഷൻ റേറ്റ്സ് അത് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് പിന്നെ അടുത്ത ക്യാമ്പയിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അടുത്ത ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് June 20th പിന്നെ അടുത്ത ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്കത് ക്യാമ്പയിൻസൊക്കെ പിന്നെ ഈ ക്യാമ്പയിൻസ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പുതിയ ക്രിയേറ്റീവ്സും പുതിയ കോൺസെപ്റ്റും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അതിലും നമ്മൾ 2 കോൺസെപ്റ്റ്സാണ് കൂടുതലൊന്നായിട്ട് നോക്കിയത്. ആ ക്യാമ്പയിൻസ് അധികം പോയില്ല. എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പം തന്നെ അത് ഞാൻ ഓഫ് ചെയ്തു. ഒരു 44 പൗണ്ടോളം പോയി. അതും ഇംപ്രഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആയതുകൊണ്ട് നമുക്ക് ഇത് വരുന്നില്ല. നമ്മുടെ ട്രാഫിക് വരുന്നില്ല. ഉണ്ടാവും ചെറിയൊരു ട്രാഫിക് വന്നപ്പം തന്നെ ആ ട്രാഫിക്കിൽ നമുക്ക് നല്ല റിസൾട്ട്സ് വരുന്നുണ്ട്. പക്ഷേ ട്രാഫിക് കോസ്റ്റ് പെർ വ്യൂ അതൊക്കെ ഭയങ്കര കൂടുതലായി പോകുന്നുണ്ട്. കാരണം ഇംപ്രഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആവുന്നുണ്ടായിരുന്നത്. മേ ബി നമ്മൾ ഉപയോഗിച്ച വീഡിയോസിൻ്റെ പ്രശ്നമാവാം. കാരണം ഞാൻ ഇതാണ് പറഞ്ഞത്, നിങ്ങൾ വേറൊരു ബ്രാൻഡിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ബ്രാൻഡ് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്ത വീഡിയോസ് ആയിരിക്കും. അപ്പോൾ മെറ്റയ്ക്ക് അറിയാം ഇത് നേരത്തെ ഒരു ഈ വീഡിയോ സെയിം കൈൻഡ് ഓഫ് വീഡിയോ ഈവൻ തോ നമ്മൾ എൻ്റെ വോയിസൊക്കെ മാറ്റിയാലും അതിൻ്റെ സീൻസൊക്കെ ചിലപ്പോൾ അനലൈസ് ചെയ്തത് മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇംപ്രഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിട്ടടിക്കും. നമുക്ക് ക്ലിക്ക് കോസ്റ്റൊക്കെ ഭയങ്കര ഇരട്ടിയാവും. നല്ല എമൗണ്ട് ആവും. നല്ല 3 പൗണ്ടൊക്കെയാണ് ഈ ഒരു ക്യാമ്പയിനിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്നത്. അപ്പോൾ ഇത് വർക്കിംഗ് അല്ല. നമുക്കിതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഉണ്ട് ROS ഒക്കെ ഭയങ്കര രീതിയിൽ കുറഞ്ഞു. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി 3-4 ദിവസമൊക്കെ നമ്മൾ റൺ ചെയ്താലും നമുക്ക് അത് അത്ര മുന്നോട്ട് പോകാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ ഞാൻ ഇത് ടെസ്റ്റ് പർപ്പസിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഓരോ 2 ദിവസം കൂടുമ്പോൾ ഞാൻ പുതിയ ക്യാമ്പയിൻസ് ചെയ്യാനും നിൽക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു June 20th ആയപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് തുടങ്ങി 10 days ആയി. നമ്മൾ അത്യാവശ്യം സ്പെൻഡ് ചെയ്തു. പിന്നീടാണ് ഞാൻ നോർമലായിട്ടുള്ള ക്യാമ്പയിൻസിലോട്ട് ഇവിടെ ഇറങ്ങിയത്. പിന്നെ ഈ ഒരു ക്യാമ്പയിൻസ് June 26 പിന്നെ അടുത്ത ക്യാമ്പയിൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതെനിക്ക് ഇത് ഒരു 3-4 ദിവസം ഞാൻ പിന്നെ യാത്രയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ കംപ്ലീറ്റ് അത് ഓഫ് ചെയ്തിട്ടു. കാരണം ഇത് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തിട്ടു. പിന്നീടാണ് June 26 തൊട്ട് ഞാൻ പിന്നെ ആക്റ്റീവായി. അപ്പോൾ അതുതൊട്ടാണ് ഒരു 70 പെർ ഡേ 50 തൊട്ടാണ് തുടങ്ങിയത്. പിന്നെ പെർ ഡേ കഴിയുമ്പോൾ ഞാനത് ഇൻക്രീസ് ചെയ്ത് പോയതാണ്. ഓക്കെ, June 26 നമ്മൾ നോക്കുകയാണെങ്കിൽ June 26 ലാസ്റ്റ് മന്തിൽ June 26 നമ്മൾ 64 pounds നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മൾ പുതിയ ഈ ക്യാമ്പയിൻസാണ് പോയത്. ഇത് അത്യാവശ്യം നമ്മൾ AI ഒക്കെ വെച്ച് അത്യാവശ്യം ക്രിയേറ്റീവ്സ് ഇറക്കി. ഇതെല്ലാം നമ്മൾ AI ക്രിയേറ്റീവ്സ് ഞാൻ ഇവിടെ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള AI ക്രിയേറ്റീവ്സാണ് ഇതൊക്കെ. നമ്മൾ നേരത്തെ പാർട്ടിൽ പറഞ്ഞ റെപ്ലിക്കേറ്റ് ചെയ്ത വീഡിയോസ്, ഇത് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ രീതിയിൽ. പിന്നെ ഇതിൻ്റെ തന്നെ പല വേരിയൻ്റ് വെർഷൻസ്, പിന്നെ അതിൻ്റെ ലേഡി വെർഷൻസ്, പിന്നെ അതിൻ്റെ ഇത് വേറൊരു അവതാർ ബേസ്ഡ് ആയിട്ടുള്ള വെർഷൻസ്, ഈ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെയുള്ള വെർഷൻസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഹോം വർക്കർ ബേസ്ഡ് ആയിട്ടുള്ള വെർഷൻസ്.
ഇങ്ങനെ ഞാൻ മീൻസ് നമ്മളിപ്പോൾ ഞാൻ 26 ശേഷമാണ് ഞാൻ അന്ന് ഫ്രീ ആയത്. ആ സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല ലെവലിലൊന്ന് പ്ലാൻ ചെയ്ത് നോക്കി. കാരണം ഇത് വർക്കിംഗ് ആണ്. ഈ പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട്സ് വരുന്നുണ്ട്. പക്ഷേ റിസൾട്ട്സ് കോസ്റ്റ് ഹൈ ആവുന്നത് ഇത് അവതാസിലോട്ട് എക്സാക്ട്ലി ഹിറ്റ് ആവാത്തതിൻ്റെ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ റൺ ചെയ്യാൻ തുടങ്ങി. അത് ഏകദേശം ഒരു ദിവസം ഞാൻ ആക്ച്വലി ക്യാമ്പയിൻ ഓക്കെ ടോട്ടലായിട്ടൊരു ദിവസം റൺ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഏകദേശം 2 സെയിൽ നമുക്ക് കിട്ടി. അപ്പോൾ അത് വർക്കിംഗ് ആണ്. അതും നല്ല കൺവേർഷൻ റേറ്റ് 14% ആണ് നമുക്ക് അന്നത്തെ കൺവേർഷൻ റേറ്റ് കിട്ടിയത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി വർക്കിംഗ് ആണ് ആ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്ത് നമ്മൾ അവതാസിൻ്റെ ഇടയിൽ അത് ഇറങ്ങിയാൽ മതി, നമുക്ക് റിസൾട്ട്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നീട് ജൂൺ 27 നമുക്ക് ജൂൺ 27 കുറച്ചുകൂടെ ഭയങ്കര ടൈറ്റായി ആ സംഭവം. പിന്നെ ജൂൺ 28 വരുമ്പോൾ നമുക്ക് പിന്നെ അത് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് റീഫ്രഷ് ചെയ്യാനുള്ള പ്ലാനിൽ നിൽക്കുകയായിരുന്നു. ജൂൺ 28 ജൂൺ 28 റൺ ചെയ്തു. ഒരു 79 അത് പോയി. ജൂൺ 28 ആക്ച്വലി സെയിൽസ് കിട്ടിയില്ല, അത് വീണ്ടും ഡള്ളായിപ്പോയി, ക്യാമ്പയിൻസ് കംപ്ലീറ്റ്ലി ഡള്ളായിപ്പോയി. ജൂൺ 29 പോകുമ്പോൾ പിന്നെ ഞാൻ 2 ദിവസം ഓഫ് ചെയ്തു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജൂൺ 30 ആണെന്ന് തോന്നുന്നു. ജൂൺ 30 ഓഫായിരുന്നു ക്യാമ്പയിന്. മേ ബി ഇത് ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ നമ്മൾ അതിലൊക്കെ മീറ്റിങ്സിൻ്റെ ഒക്കെ തിരക്കായതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ ഞാൻ വിചാരിച്ചു അത് ഈ പ്രോഡക്ട്സ് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ പ്രീ സെയിൽ പേജൊക്കെ ബിൽഡ് ചെയ്ത് നമുക്ക് ഒരു അവയർനെസ് കൊടുത്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ പോകണം. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, സിംഗിളായിട്ടൊന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഡിസിഷൻസ്, ഞാൻ വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡിസിഷൻസും കൂടെ എടുക്കാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇത് എൻ്റെ ക്യാമ്പയിൻ ടീമിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അത് പ്ലാൻ ചെയ്ത്. പക്ഷേ ഞാനത് സിംഗിളായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ആണ് ഞാൻ ഇത്രയും ഒരു സ്ട്രഗിളിലോട്ട് ആ ഒരു പ്രോഡക്റ്റിന് പോയത്. അപ്പോൾ എൻ്റെ ക്യാമ്പയിൻ ടീമായിരുന്നത് ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അവരാദ്യം പ്രീസെയിൽ പേജ് വെച്ച് ആ ബ്രിഡ്ജ് പേജ്, ഒരു അഡ്വിറ്റോറിയൽ പേജ് വെച്ചിട്ട് ഇതിന് മാക്സിമം അവതാസിന് ഇത് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രോബ്ലം അവെയർ മോഡലിൽ തന്നെ വാങ്ങുമായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ക്യാമ്പയിൻ ടീമിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് സെയിൽസ് കിട്ടി. ഈ ഒരു ടൈമിൽ തന്നെ 1 വീക്കിന് തന്നെ മേ ബി നമുക്ക് 14 സെയിൽസിന് പകരം മേ ബി ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ ഒരു 20 to 50+ സെയിൽസ് ചിലപ്പം മുന്നോട്ട് പോകുമായിരുന്നു. അത് നമുക്ക് കുറച്ചുകൂടെ നമ്മളെ അവതാസിലോ ഡീപ്പായിട്ട് ഇറങ്ങാൻ പറ്റിയേനെ. പിന്നെ ജൂലൈ 1 എനിക്ക് തോന്നുന്നു ഓഫായിരുന്നു. പിന്നെ ആ സമയത്തൊക്കെ ഫുള്ള് തിരക്ക് ടൈമാണ്. ജൂലൈ 2 ഇല്ല, ജൂലൈ 3 ഇല്ല, ജൂലൈ 4 ഇല്ല. ജൂലൈ 4 തുടങ്ങി നമ്മൾ. വീണ്ടും ഞാൻ ഈ ഒരു ക്യാമ്പയിൻ ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്തു. ഓൺ ചെയ്തപ്പോൾ ആക്ച്വലി അന്ന് നമുക്ക് 2 സെയിൽ കിട്ടി ജൂലൈ 4. ഓക്കെ, നമ്മൾ 2 സെയിൽസ് വീണ്ടും കിട്ടി. പിന്നെ ജൂലൈ 5 1 സെയിൽ കിട്ടി. വീണ്ടും അത് കുറയാണ്. നമ്മൾ ഈ ഒരു മോഡലിൽ പോകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് പേജ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് വീണ്ടും കുറയുന്ന ഇതുണ്ടായിരുന്നു. ജൂലൈ 7 ആക്ച്വലി നമുക്ക് സെയിൽസ് ഉണ്ട്, പക്ഷേ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. ഞാൻ ഇത്രയും നമ്മൾ ഇത്രയും ടാർഗറ്റ്സ് അവതാസ് നോക്കി അത് വീണ്ടും പുതിയ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു പ്രീ സെയിൽ പേജിലോട്ട് പോയിട്ട് വേണം ഇത് വർക്കൗട്ട് ചെയ്യാൻ, എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെയിൽസ് കിട്ടുമായിരുന്നു. പിന്നെ ജൂലൈ 7 അതിനുശേഷം ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ട്രൈ ഔട്ട് ചെയ്യാം. ഇത് ടൈം എടുക്കും എന്നുള്ളതാകുമ്പോൾ നെക്സ്റ്റ് പ്രോഡക്ട്സിലോട്ട് പോയി. നെക്സ്റ്റ് പ്രോഡക്ട്സ് നമുക്ക് അത് അത് പ്രോഡക്റ്റ് അവെയർ പ്രോഡക്റ്റാണ്. നമ്മൾ അധികം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതിന് എക്സാക്ട്ലി നമുക്ക് ഒരു ബ്രോഡ് ഓഡിയൻസിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റത്തെ നമ്മൾ പറഞ്ഞ സ്ലീപ്പ് ഒപ്റ്റിമൈസർ മോഡലിൽ നമുക്ക് ആക്ച്വലി ഞാൻ കുറച്ച് AI വെച്ച് ചെയ്തത് ഇതിനകത്ത് തന്നെ 3-4 വീഡിയോസ് വെച്ചത് വർക്കൗട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഡേ പോയപ്പോൾ തന്നെ അത് ജൂലൈ 7 നമ്മൾ ഫസ്റ്റ് സെയിൽസ് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈ 1 പോയപ്പം തന്നെ നല്ല ഒരു കൺവേർഷൻ റേറ്റ് 17% കൺവേർഷൻ റേറ്റ് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം നമ്മളെ ബ്രേക്ക് ഈവൻ ROIs ഒന്നും നോക്കണ്ട, അത് ഈവൻച്വലി വരത്തുള്ളൂ. പക്ഷേ സെയിൽസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ജൂലൈ 8 പോയി. ജൂലൈ 8 ഓൾമോസ്റ്റ് 9 സെയിൽസ് വന്നു. അത് സ്കെയിലായി 21% ഒക്കെയാണ് നമ്മുടെ കൺവേർഷൻ റേറ്റ്. അപ്പോൾ സംഭവം വിന്നറാണ്, കിട്ടി. സംഭവം ഇത് മുന്നോട്ട് പോകാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു. ജൂലൈ 7 ജൂലൈ 9 11 സെയിൽസ്. പിന്നെ ജൂലൈ 10
7 സെയിൽസ് അത് വീണ്ടും ഒന്ന് ഡൗൺ ആയി. പക്ഷേ എല്ലാ ഓർഡേഴ്സും അത് ഫെച്ച് ആയിട്ടില്ല. ഓൾമോസ്റ്റ് 96-97 ഓർഡേഴ്സ് ടോട്ടലാണ്. 98 ഓർഡേഴ്സ് നമ്മളിത് വന്നിട്ടുണ്ട്. അതിൽ 91 എന്തോ അതിനകത്ത് ടോട്ടൽ ഫെച്ച് ആയിട്ടുള്ളൂ. ജൂലൈ 11-ന് 12 ഓർഡേഴ്സ്, ജൂലൈ 12-ന് ഓൾമോസ്റ്റ് 21 ഓർഡേഴ്സ് പോയി. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസമൊക്കെ തന്നെ അത് 182 ഒക്കെ സ്പെൻഡായി ആ ടൈമിലൊക്കെ. അത് 150 120 എന്താണ് ഞാൻ ബഡ്ജറ്റ് ഇട്ടിരുന്നത് ആ സമയം, ആ ദിവസം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പീഡിൽ മുന്നോട്ട് പോയി. പിന്നെ ഈ UK അക്കൗണ്ട്സും US അക്കൗണ്ട്സൊക്കെ നമ്മൾ ഈ ഇന്ത്യയിലിരുന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി എണീറ്റിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം നമ്മൾ ഒരു ദിവസത്തെ ബഡ്ജറ്റ് നാളെ ഇപ്പോൾ 100 പൗണ്ട്സാണ് നമ്മൾ റൺ ചെയ്യുന്നെങ്കിൽ, നാളെ എനിക്ക് തോന്നുന്നതിന് ഓക്കെ ഇത് റണ്ണിങ് ആയി, നാളെ എനിക്കിത് ഇൻക്രീസ് ചെയ്യണം, 150 പൗണ്ട്സ് ആകണം. അപ്പോൾ ഇവിടുത്തെ ഏകദേശം നമ്മളിപ്പോൾ ഇന്ത്യൻ ടൈം ഒരു 3 മണിയോ 3:30 മണിയൊക്കെ ആകുമ്പോഴാണ് അവിടുത്തെ 12 AM ആവുന്നത്. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അലാറം വെച്ച് എണീക്കണം, എന്നിട്ടേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓട്ടോമേഷൻ റൂൾസ് ഒന്നും അങ്ങനെ ഇടാൻ പറ്റില്ല. അതെങ്കിൽ ഒരു ഇത്ര പെർസെൻറ്റേജ് വെച്ച് കയറാനുള്ള രീതിയിൽ ഇടാൻ പറ്റും. അപ്പോൾ അത് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ദിവസവും അത് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത് രാത്രി എണീറ്റിരുന്ന് ഈ ക്യാമ്പയിൻ ഇത് വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു UK അക്കൗണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അത്യാവശ്യം ഒരു ഏജൻസി ബേസ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അത്യാവശ്യം അത് പണിയുണ്ട്. രാത്രിയൊക്കെ എണീറ്റിരിക്കെ ഇരിക്കണം, അല്ലെങ്കിൽ അലാറം വെച്ചൊക്കെ എണീക്കണം ഇത് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു പിന്നെ ഒരു മടിയാണ് അത് രാവിലത്തേക്ക്. അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്കെയിൽ ചെയ്യാൻ, എന്തായാലും നമ്മൾ 100 ഓർഡേഴ്സ് വരെയല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഇത് ഇത്രയും പോകുമ്പോൾ 100 ഓർഡേഴ്സ് എത്തും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അത് സ്ലോ ആയിട്ട് പോട്ടെന്ന് ചോദിച്ച് പോയത്. ഓക്കെ, ഞാൻ രാവിലെ എണീറ്റ് അത് ഇട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, അതുകൊണ്ട് ആ ഒരു നോർമൽ എമൗണ്ടിന് 120 150 ആ റേഞ്ചിൽ അത് മുന്നോട്ട് പോയത്. ജൂലൈ 13 11 സെയിൽസും, പിന്നെ ജൂലൈ 14 ആയപ്പോൾ അത് ഓൾമോസ്റ്റ് ക്രോസ് ചെയ്തു, 16 സെയിൽസ്. ജൂലൈ 15 അതാണ് ലാസ്റ്റ് ഡേ നമ്മളിപ്പം റൺ ചെയ്തത്. ജൂലൈ 14 വരെയാണ് റൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സെയിൽസ് ക്യാമ്പയിൻസ് പോയത്. അപ്പോൾ ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞതുപോലെ ടോട്ടൽ നമുക്ക് വന്നത് 112 ഓർഡേഴ്സാണ് വന്നത്. പക്ഷേ നമുക്ക് ഇവിടെ എത്ര 142 അല്ല ഇവിടെ എത്ര സെയിൽസാണ് വന്നത്, 104 സെയിൽസേ നമുക്ക് ഇവിടെ ഫെച്ച് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഫെച്ച് മീൻസ് പ്രിവസി ഒക്കെ ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളത് ഫെച്ച് ആവത്തില്ല. iOS-ൽ ഡിവൈസസിലൊക്കെ വന്ന ചില ഓർഡേഴ്സസ് നമുക്കത് ഫെച്ച് ആയിട്ടില്ല. പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെക്കൗട്ട്സൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ചെക്കൗട്ട്സിനൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ ഓംനിസെൻറ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് കാര്യത്തിൽ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1-2 ചെക്കൗട്ട്സൊക്കെ വർക്കായിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഓർഡേഴ്സും നമുക്ക് ഫുൾഫില്ലായി. ടീം ഡ്രോപ്പിൽ വഴിയാണ് നമ്മൾ ഫുൾഫിൽമെൻറ്റ് കൊടുത്തത്. നമ്മുടെ പർച്ചേസ് ഓർഡേഴ്സ് പോവുകയാണെങ്കിൽ എല്ലാ ഓർഡേഴ്സും ഇതുവഴി ഫുൾഫില്ലായി. പക്ഷേ ഞാനിത് ഇവിടെ ആദ്യത്തെ ഓർഡേഴ്സ് ഈ 34 ഇതിൽ വരുന്ന ആദ്യത്തെ കുറേ ഓർഡേഴ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്തത് eBay വഴിയാണ്. നമ്മൾ ടീം ഡ്രോപ്പ് കൊടുത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പുതിയ ഫ്രഷ് അക്കൗണ്ട് ആയതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒരു 2-3 ഡേയ്സ് കിട്ടുന്ന രീതിയിൽ നമ്മൾ UK eBayയിൽ ഈ സെയിം പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, അതുവഴിയാണ് നമ്മൾ അത് കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണത് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സെയിൽസിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം എല്ലാം മിക്കതും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുകളിൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. ഇത് ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഞാനില്ല ഒരു ഹൈഡിങ് പോലും ഇല്ലാതെ ഞാൻ എല്ലാം കാണിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇത് എന്താണ് ഞാൻ ചെയ്തതെന്നുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇതെന്താ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള അതിൻ്റെ തിയറി ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് സെയിൽസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. നമുക്ക് കണ്ടില്ലേ കൺവേർഷൻ റേറ്റ് 9.59% ആണ് നമുക്ക് കിട്ടിയത്. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡൊക്കെ 2-3% ആണ് UK-ലൊക്കെ നമുക്ക്. പക്ഷേ ഇത്രയും ഓർഡേഴ്സ് വന്ന് ഇത് 9.9 അല്ല, ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള ഓർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 12% മേലുള്ള കൺവേർഷൻ റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മെറ്റ ആഡ്സിൽ നിന്ന് വന്ന ട്രാഫിക്കിൽ നിന്ന് മാത്രം, മെറ്റ ആഡ്സിൽ നിന്ന് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല, ടിക്ടോക്ക് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ദർ ഇസ് എ ഹ്യൂജ് പോസിബിലിറ്റി. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഇത് തുടങ്ങിയപ്പോൾ ബ്രാൻഡ് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു ഇത് മുന്നോട്ട് പോകാനുള്ള. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടുമല്ലോ. അത് എനിക്ക് നല്ല രീതിയിൽ ഈ വെൽനെസ്സിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അത് മൊമെൻറ്റ് കിട്ടിയ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതാണ് വരുന്നത്. പിന്നെ ഞാനിത് ടീം ഡ്രോപ്പ് വഴിയാണ് ഫുൾഫിൽ ചെയ്തത്. ടീം ഡ്രോപ്പിനകത്താണ് നമ്മൾ കൂടുതൽ പ്രോസസ്സ് ചെയ്തത്. ആദ്യത്തെ കുറച്ച് ഓർഡേഴ്സ് മാത്രമേ നമ്മൾ ഇതുവഴി പോയിട്ടുള്ളൂ, എന്താ പറയുക, eBay വഴി പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ടീം ഡ്രോപ്പിലാണ് കൊടുത്തത്. ടീം ഡ്രോപ്പിൽ അതായി ഇനിയും നമുക്ക് കുറച്ച് ഓർഡേഴ്സ് അവൈറ്റിംഗ് കളക്ഷൻ വന്നിപ്പുണ്ട്. ഇത്രയും ഓർഡേഴ്സ് ഷിപ്ഡായി, 24 ഓർഡേഴ്സ് നമുക്ക് ഡെലിവേർഡായി. ഓക്കെ, ഇത് ഇപ്പം കൊടുത്തതിൻ്റെയൊക്കെ കുറച്ച് അവൈറ്റിംഗ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പിക്കപ്പൊക്കെ കഴിഞ്ഞ് അത് മുന്നോട്ട് പോകാനുള്ള രീതിയിൽ നിൽക്കുന്ന ഓർഡേഴ്സാണ്. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉള്ള സിറ്റുവേഷൻസ് ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആക്ച്വലി ഇപ്പോൾ 100+ ഓർഡേഴ്സ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇനി അതിൻ്റെ ഞാൻ മുന്നോട്ട് പോകുന്ന പ്രോസസ്സ് എന്താണ്, അതാണ് നമ്മൾ ഇനി ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയും. ആക്ച്വലി ഇത് ഇപ്പോൾ ഉണ്ടല്ലേ, ഇതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ടീം ഡ്രോപ്പ് വഴിയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പീഡിൽ നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അധികം ഹാസിൽ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വന്നപ്പോൾ ഞാനിപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ മെയിൽസും കൂടെ ഞാൻ കാണിക്കാം. ഇപ്പോൾ ഒരു ഓർഡർ നമുക്ക് ഈ ഒരു കസ്റ്റമർ നമുക്ക് റീഫണ്ട് ചോദിച്ചു വന്നു. അവർക്ക് റീഫണ്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എനിക്ക് റിസീവായി, എനിക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒരു റിക്വസ്റ്റ് വന്നു. അപ്പോൾ നിങ്ങളുടെ മെയിലും കാര്യങ്ങളൊക്കെ എപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ട് ഓണാക്കി വയ്ക്കുക. അപ്പോൾ അത് നമ്മളിപ്പോൾ 60 days ആണ് വാറൻറ്റി കൊടുക്കുന്നത്. നമ്മൾ അതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ തരാൻ പറഞ്ഞപ്പോൾ അവർ തന്നു. നമ്മൾ അവർക്ക് റീഫണ്ടിൻ്റെ പ്രോസസ്സ് ചെയ്തു. കസ്റ്റമർ ഹാപ്പിയാണ്, റീഫണ്ട് ചെയ്തു. അപ്പോൾ റീഫണ്ടൊക്കെ വരുന്നെങ്കിൽ ഇങ്ങനെ രീതിയിൽ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യുക. പിന്നെ ഒരു കസ്റ്റമർ ഉള്ളത് ആൾക്ക് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അവർക്ക് അയക്കാൻ പറ്റില്ല. അവർക്ക് നമ്മൾ മെയിൽ കൊടുത്തിട്ടുണ്ട്, ഇന്ന ടൈമിൽ മീൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഫുൾ റീഫണ്ട് ചെയ്യാന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ റെസ്പോണ്ട് ഇതുവരെ വന്നില്ല. അത് 1-2 ദിവസം കൂടെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഓർഡർ, ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ഓർഡർ, അത് നമ്മൾ എക്സാക്ട്ലി ഈ ഒരു ഓർഡർ നമ്മളത് കസ്റ്റമറിന് റീഫണ്ട് ചെയ്ത് കൊടുക്കും. കാരണം അത് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ഇനി നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ട ഞാൻ പറയുന്ന കാര്യം, ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, നമ്മൾ ഈ ബ്രാൻഡിൻ്റെ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ്. ഈ ബ്രാൻഡിന് ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഇത് റിവീൽ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ഞാൻ ചിലപ്പോൾ മാറ്റും. കാരണം ഇനി ഞാൻ ചെയ്യുന്ന ആഡ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ്, എൻ്റെ പ്രോഡക്റ്റ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിത് പബ്ലിക്കായിട്ട് യൂട്യൂബിലാണ് ഈ ബ്രാൻഡ് ഇടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ നോക്കാം. അത് എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞാൻ ബ്രാൻഡിൻ്റെ നെയിം മാറ്റൂ. അത്യാവശ്യം നല്ലൊരു നെയിമായിട്ട് എനിക്ക് ഈ ഒരു ബ്രാൻഡ് നെയിം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതിനെ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാനിത് ആദ്യമേ പറഞ്ഞ പോലെ ഇതൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് കൈൻഡ് ഓഫ് ഒരു മെത്തേഡല്ല ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തത്. ഞാനൊരു ബ്രാൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ബ്രാൻഡാണ് ബിൽഡ് ചെയ്യാൻ നോക്കിയത്. UK ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ എക്സാക്ട്ലി ഇത്രയും ദിവസമായിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 1 month പറഞ്ഞെങ്കിലും നമുക്ക് ലാസ്റ്റ് 7 days ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്കെയിൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇത്രയും ഒരു സ്കെയിൽ ചെയ്തതും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഓർഡേഴ്സ് എടുത്ത് വെച്ചിട്ട് ഇനി ഈ ബ്രാൻഡിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി ഞാനിവിടെ പല സ്റ്റേജസ്, നമ്മളൊരു 3 സ്റ്റേജസ് ആയിട്ടാണ് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നമ്മൾ ഒരു ഇ-കൊമേഴ്സ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഉള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇത് എക്സാക്ട്ലി നമ്മളിപ്പോൾ US, UK, ഇറ്റാലിയൻ കൺട്രീസ് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് വൈസ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റേജ്, അത് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജാണ്. നമ്മളിപ്പം പ്രോഡക്ട്സ് ഒന്നും വാങ്ങിച്ച് വയ്ക്കേണ്ട. എക്സാക്ട്ലി നമുക്കൊരു ഇതേപോലെ നമ്മളിവിടെ ചെയ്ത അതേ മോഡലിൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ആയിട്ടൊരു നിഷ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിലൊരു പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിലെ നിഷും പ്രോഡക്ട്സും നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാം. അത് ബേസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ എടുത്തതുപോലെ ഒരു മിനിമം 100 ഓർഡേഴ്സ് എങ്കിലും എടുക്കുക. ഒരു 200 to 300 ഓർഡേഴ്സ് ഒക്കെ എടുത്താലും പ്രശ്നമില്ല. നിങ്ങൾ ഡിഫറെൻറ്റ് ഹീറോ പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്യുക, അപ്സെൽ പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്യുക. ഞാൻ ആക്ച്വലി ഇവിടെ അപ്സെൽസ് ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല. അപ്സെലിൻ്റെ ആപ്സ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്വാണ്ടിറ്റി ബ്രേക്സിൻ്റെ അപ്സെൽ മാത്രമാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തത്. പക്ഷേ അപ്സെൽസ് ഒക്കെ പല രീതിയിൽ നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഈ പോസ്റ്റ് പർച്ചേസ് ടെസ്റ്റ് അപ്സെൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 1 click അപ്സെലിൻ്റെ ആപ്പൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഈ ആപ്പ് ആക്ച്വലി നല്ല ബെറ്റർ സൂപ്പർ ആപ്പാണ്. ഇത് ഞാൻ പല സ്റ്റോഴ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് പോസ്റ്റ് പർച്ചേസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പോസ്റ്റ് പർച്ചേസിലാണ് ഈ ഒരു അപ്സെൽ വർക്ക് ആവുന്നത്. എന്ന് പറഞ്ഞാൽ അവർ താങ്ക് യു പേജ് നിൽക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഒരു 1 time ഒരു ഓഫറായിട്ട് ഈ കസ്റ്റമേഴ്സിനെ കാണിക്കാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഈ കസ്റ്റമേഴ്സ് ബൈയിങ് മോഡിൽ നിൽക്കുന്ന സമയമാണ്. അവർ നമ്മുടെ നിന്ന് ബൈ ആയിട്ട് നിൽക്കുന്ന സമയം, ഒരു വളരെ ഹോട്ടായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോൾ പെട്ടെന്ന് അത് റിലേറ്റഡ് ആയിട്ടൊരു പ്രോഡക്റ്റ് ഓക്കെ ഇത്ര ഡിസ്കൗണ്ട്സിലൊന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് കൺവേർട്ട് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. പക്ഷേ അത് അത്രയും ഫിറ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ അപ്സെൽ പ്രോഡക്ട്സ് ഒക്കെ വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ടെസ്റ്റ് ഔട്ട് ചെയ്യാം. ഒരു മിനിമം 100 to 300 ഓർഡേഴ്സ് ഇങ്ങനെ ഹീറോ പ്രോഡക്ട്സ് ഒക്കെ വെച്ച് ടെസ്റ്റ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ 2 ഹീറോ പ്രോഡക്ട്സ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ
എനിക്കിത് ഇപ്പോൾ ഓക്കെ നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ കുറച്ച് കോസ്റ്റ് കൂടിയാലും എനിക്ക് സെയിൽസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഹീറോ പ്രോഡക്ട്സ് എടുക്കും സെയിൽസ് കിട്ടണമെന്നില്ല. ഇത് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ആഡ് അക്കൗണ്ടിൽ ഇപ്പോൾ ഞാൻ ടോട്ടലായിട്ട് ഇപ്പോൾ എത്രയാണ് ഒരു £1,700 ആണ് ഇപ്പം ടോട്ടൽ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കൺവേർഷൻ വന്നത് ഇതിനകത്ത് കാണിക്കുന്നത് ഏകദേശം 2000 നമുക്ക് 1937 ആണ്. പക്ഷേ 2100 എന്തോ ആണ് നമുക്ക് ടോട്ടലായിട്ട് പോയത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഇത്രയും ഡെപ്തായിട്ടിരുന്ന് നോക്കി, പിന്നെ എൻ്റെ എക്സ്പീരിയൻസിലൊക്കെ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് വർക്കാവോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്യുന്ന മുമ്പ് തന്നെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസിലാണ് ഇത് ചെയ്തപ്പോഴാണ് നമുക്കിത് പ്രോഡക്ട്സ് വർക്കൗട്ട് ആയത്. ഇപ്പോൾ കണ്ടില്ല നമ്മളിപ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഈ പ്രോബ്ലം അവെയർ ആണോ ഇതൊരു പ്രോഡക്റ്റ് അവെയർ ആണെന്നുള്ള പ്രോഡക്ട്സൊക്കെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓക്കെ എടുത്ത 2 പ്രോഡക്റ്റ് നമുക്ക് സെയിൽസ് കിട്ടിയത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പ്രോഡക്ട്സ് ഫസ്റ്റ് ഒന്നും നമുക്ക് വർക്കാവണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന് £100 £200 ഒക്കെ അല്ലെങ്കിൽ ഡോളേഴ്സിലാണെങ്കിൽ പോലും $100-200 ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷവും ചിലപ്പോൾ നമുക്ക് സെയിൽസ് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളിപ്പം പല ചിലപ്പോൾ 3-4 പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമുക്കൊരു സെയിൽ കിട്ടുക. അത് അങ്ങനെ ആയിരിക്കും അത് ഇങ്ങനെ വർക്കാവുന്നത്. ഓക്കെ, നമ്മളെ പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം ഇത്രയും വലിയ കോമ്പറ്റിറ്റീവ് വേൾഡിൽ നിന്നാണ് നമ്മളത് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പം ചെയ്യുന്ന ഇതേ മോഡലിൽ നിങ്ങൾക്കൊരു $100-300 ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് ഈ ഒരു മോഡൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു നിഷ് നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു നിഷും നിങ്ങൾക്കിത് വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഞാൻ സെക്കൻഡ് സ്റ്റേജ് ഞാൻ ആക്ച്വലി UK വെച്ചുള്ള കാര്യമാണ് പറയുന്നത്. നമ്മളിവിടുത്തെ 1 മില്ലസിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ സെക്കൻഡ് സ്റ്റേജ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൻഡ് പാർഷ്യൽ ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡാണ് ഞാൻ സെക്കൻഡ് സ്റ്റേജ് ചെയ്യാൻ പോകുന്നത്. ഇനി ഞാൻ ഇപ്പോൾ ആക്ച്വലി ഇവിടെ പോസ് ചെയ്തതും ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഞാൻ പോസ് ചെയ്തതും ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മൾ കുറച്ച് ബ്രാൻഡഡ് ആക്കും. ആ ഒരു മോഡലിലാണ് ഇനി ഇത് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്കിത് സ്കെയിൽ ചെയ്യണം, ഈ ബ്രാൻഡ് സ്കെയിൽ ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് £2,000 സെയിൽസ് ഇവിടെ വന്നു. ഓക്കെ, £2,000 സെയിൽസ് വന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു കാൽക്കുലേറ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആവറേജ് ഓർഡർ വാല്യൂ ഇപ്പം 19 എന്തോണ്, നമുക്കൊരു ആവറേജ് ഓർഡർ വാല്യൂ ഒരു 30 എന്ന് വയ്ക്കുക. ഒരു £30 ആവറേജ് ഓർഡർ വാല്യൂ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ £30 പോകണമെങ്കിൽ നമ്മൾ 1 മില്യൺ ഒരു സെയിൽസ് നമുക്ക് ഇതിനകത്ത് എടുക്കണമെങ്കിൽ നമുക്ക് എത്ര പോകണം? 1 മില്യൺ എന്ന് പറയുന്നത് ഇപ്പോൾ 1,10,000 അല്ലേ, 10 lakh ഡിവൈഡഡ് ബൈ 30. നമുക്ക് 33,000 ഓർഡേഴ്സ് 33,500 ഓർഡേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 1 മില്യൻ്റെ സെയിൽസ് ആവറേജ് ഓർഡർ വാല്യൂ 30 വെച്ച് പോവുകയാണെങ്കിൽ സെയിൽസ് നമുക്ക് കിട്ടും. നമുക്ക് വേണം 1 മില്യൺ പൗണ്ടിലോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ അത് നമുക്കൊരു 6 മന്ത്സിൻ്റെ ഒരു 35,000 അല്ല, നമുക്കൊരു 33,500 അല്ലെങ്കിൽ 34 ഇടാം. ഒരു 34,000 ഡിവൈഡഡ് ബൈ നമ്മളൊരു 6 മന്ത്സ് ടൈമിൽ ഒരു 180 ഡേയ്സ് ഒരു 200 ഡേയ്സ് ഇടാം. 200 ഡേയ്സ് പോകുകയാണെങ്കിൽ നമ്മൾ ഓൺ ആൻ ആവറേജ് നമുക്കൊരു 170 ഓർഡേഴ്സ് പെർ ഡേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 1 മില്യൺ പൗണ്ടിൻ്റെ സെയിൽസിലോട്ട് ഇത് എത്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം £100 £150 ഒക്കെ എടുത്ത് നമുക്കൊരു ആവറേജ് 20 ഓർഡേഴ്സ് പെർ ഡേ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ബഡ്ജറ്റുണ്ട്, നമ്മളെ പ്രോഡക്ട്സ് ബെറ്ററാണ്, നമുക്ക് കുറച്ചുകൂടെ അവയർനെസ് ഉണ്ട്. ഇതൊരു ബ്രാൻഡിന് ഒരു അവയർനെസ് ഇല്ലാത്ത ടൈമാണ്, നമ്മൾ ഇനിഷ്യൽ തുടങ്ങിയതേ ഉള്ളൂ. അത് ഈ യൂസേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ റിവ്യൂസ് ഉൾപ്പെടെ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച റിവ്യൂസ് എല്ലാം കൂടെ വെച്ച് അത്രയും നല്ലൊരു പേജൊക്കെ നല്ല ഭംഗിയായിട്ടൊരു പേജൊക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ പോകുന്ന പ്രോഡക്റ്റ് ഒരു കൈൻഡ് ഓഫ് ഒരു നമ്മളെ ലോഗോയോ ഒന്നും ഇല്ലാത്ത ചൈനയിലുള്ള ഒരു പ്രോഡക്റ്റ് പോകുന്ന രീതിയിൽ, അതും നമ്മൾ എടുത്ത പ്രോഡക്റ്റ്സ് എല്ലാം ഈ പില്ലോ പോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെയാണ്. കുറച്ചുകൂടെ നല്ല എന്താ പറയുക, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഈ ബാറ്ററി കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്, നല്ല ക്വാളിറ്റി ചെക്ക് ചെയ്ത പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ നമ്മൾ റിയൽ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ച് അല്ലെങ്കിൽ റിയൽ ക്യാരക്ടേഴ്സിന് റിയൽ ആളുകളൊക്കെ വെച്ച് AI ഒക്കെ മാറ്റിയിട്ട് റിയൽ ആളുകളെയൊക്കെ വെച്ച് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു സെയിൽസ് നമുക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ഇതിനെ എങ്ങനെ പോയാലും നമ്മളൊരു ഇതേ സിനാരിയോയിൽ തന്നെ ആ ഒരു സ്റ്റേജസ് വെച്ചിട്ട് ഇതേ സിനാരിയോയിൽ നമ്മൾ ഒരു പെർ ഡേ ഒരു £500 ഒക്കെ എത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി £500 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു റേഷ്യോ വെച്ച് പോയാൽ പോലും നമുക്ക്
20x5 ഒരു 100 ഓർഡേഴ്സ് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും ഡെയിലി. ഓക്കെ, അപ്പോൾ അത് പോസിബിൾ ആണ്. 170 ഓർഡേഴ്സ് പെർ ഡേ പോയാൽ മതി. ഒരു 200 ഡേയ്സ് നമുക്ക് പോയാൽ തന്നെ ഈ ബ്രാൻഡ് നമുക്ക് 1 മില്യൺ ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റും. 35,000 പ്ലസ് 34,000 പ്ലസ് കസ്റ്റമേഴ്സും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഡ്രോപ്പ് ഷിപ്പിങ്ങിലും ചെയ്യാൻ പറ്റും ഈ കാര്യം. ഡ്രോപ്പ് ഷിപ്പിംഗ് ടീം ഡ്രോപ്പൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മേ ബി ഒരുപാട് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. നമുക്ക് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാൻ ചിലപ്പം പറ്റില്ല. നമ്മൾ കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ സ്റ്റേജ് ഞാൻ ഇപ്പം ചെയ്യുന്ന ഇത് ഫുള്ളി ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇവിടെ പോസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കയറുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഇത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ബ്രാൻഡ് സ്കെയിൽ ചെയ്യണം. നമ്മൾ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യണം. ആ സ്കെയിൽ ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ ഒരു ബ്രാൻഡഡ് ആൻഡ് പാർഷ്യൽ ഡ്രോപ്പ് ഷിപ്പിംഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പ്രോഡക്ട്സ് നമ്മളിപ്പോൾ ഹീറോ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ അപ്സൽ പ്രോഡക്ട്സ് ഇപ്പോൾ അപ്സൽ നോക്കേണ്ട വലുതായിട്ട് ഇപ്പോൾ ഹീറോ പ്രോഡക്ട്സ് ആണ് മെയിൻ. ഹീറോ പ്രോഡക്ട്സിനോട് ഏതെങ്കിലും ഒരു അപ്സൽ പ്രോഡക്റ്റ് 1-2 പോയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നോക്കാം. അപ്പോൾ വിന്നറായിട്ട് കിട്ടിയ പ്രോഡക്ട്സിനെ നമുക്ക് ഒരു ബൾക്ക് സോഴ്സ് ചെയ്യാം. അത് MOQ മോഡലിൽ MOO അല്ല MOQ ആണ്, അത് ഡിസൈൻ ചെയ്ത തെറ്റിപ്പോയതാണ്. MOQ മോഡലിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിങ് മോഡൽ നമ്മളുടെ ലോഗോ വെച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത നീ പില്ലോ ആണെങ്കിൽ നീ പില്ലോയിൽ 1LSൻ്റെ ലോഗോ വെച്ചിട്ടുള്ള ഒരു നമുക്ക് ആ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവിടുന്ന് നമ്മളിപ്പോൾ ഡെയിലി ഒരു സിംഗിളായിട്ട് നമ്മൾ ടീം ഡ്രോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് സോഴ്സിങ് ഏജൻ്റ് ഉണ്ട്, പുള്ളി എടുത്ത് പറഞ്ഞ് ഞാൻ പറയും ഇത്ര ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഈ നീ പില്ലോസ് എനിക്ക് എൻ്റെ 1LSൻ്റെ പേരിന് കിട്ടണം. മേ ബി അതൊരു പുള്ളി പറയും ഓക്കെ 100 യൂണിറ്റ്സ് എടുക്കുക. ഞാനിപ്പോൾ 100 യൂണിറ്റ്സ് അത് എടുക്കും. 100 യൂണിറ്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 50% നമുക്ക് ഇത് ചൈനയെ വയ്ക്കാം, 50% ഞാൻ UK-ലോട്ട് കൊണ്ടുവരും. സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞാൻ നിർത്തത്തില്ല. ഞാൻ പുതിയ ഹീറോ പ്രോഡക്ട്സും കൂടെ ഡ്രോപ്പ് ഷിപ്പിംഗ് വഴി ടീം ഡ്രോപ്പൊക്കെ വഴി ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. പുതിയ ഏതെങ്കിലും പ്രോഡക്ട്സുകൾ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കും. എനിക്ക് വിന്നറായി കിട്ടുന്ന പ്രോഡക്റ്റാണ് ഞാൻ ഇങ്ങനെ ബൾക്കായിട്ട് പോയിട്ട് ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് സ്റ്റോക്കാക്കി വയ്ക്കുന്നത്. അപ്പോൾ അത് എനിക്ക് 50% ഞാൻ ചൈനയിൽ തന്നെ അത് കീപ്പ് ചെയ്യും. അത് നമുക്കിപ്പോൾ ഇവിടെ വന്നതുപോലെ ക്രോസ് ബോർഡർ ഫാസ്റ്റ് ഷിപ്പിങ്ങിൽ നമ്മൾ റൺ ചെയ്യും. അപ്പോൾ അത് എന്തുകൊണ്ട് നമ്മൾ ചൈനയെ കീപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇത്രയും ഈ ഒരു ഇനിഷ്യൽ ടൈമിൽ നമുക്ക് ബൾക്കായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ UK കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് നമുക്ക് വീട്ടിലോ അങ്ങനെ ഒന്നും വെക്കാൻ പറ്റില്ല. നമുക്ക് 3PL വെയർഹൗസുകളിൽ വെക്കണം. അത് 2 days ഷിപ്പിംഗ് കൊടുക്കുന്ന 3PL വെയർഹൗസിൽ നമുക്ക് വെക്കണം. അപ്പോൾ അത് ബൾക്കായിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആക്ച്വലി അത് കംപ്ലീറ്റ്ലി നമുക്ക് അത്രയും കോസ്റ്റാണ് കൊടുക്കണം. പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് ഇതൊക്കെ നമുക്ക് ഇനിഷ്യൽ ടൈമിൽ നമുക്കത് എയറിലായിരിക്കും കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് ഷിപ്പിംഗ് കോസ്റ്റൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് 50% ചൈനയിൽ തന്നെ വെച്ചിട്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള ക്രോസ് ബോർഡർ ഷിപ്പിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഡ്രോപ്പ് ഷിപ്പിംഗ് ആവത്തില്ല. ആക്ച്വലി ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്ന പുതിയ പ്രോഡക്റ്റ്സ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാം. മേ ബി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1,500 ഓർഡേഴ്സൊക്കെ വരുന്നവരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് 50% പ്രോഡക്ട്സ് സ്റ്റോക്സ് വിന്നറായിട്ടുള്ള പ്രോഡക്ട്സ് UK കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് വെച്ചിട്ട്. അതിൻ്റെ ഫസ്റ്റത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മളെ ക്രിയേറ്റീവ്സൊക്കെ നമുക്ക് റിയൽ ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് ചെയ്യാനും പിന്നെ ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് ടൈപ്പ് ചെയ്യാനും നമ്മളുടെ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സുമായിട്ടൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പോൾ അവരുമായിട്ട് നമ്മൾ പ്രോഡക്ട്സൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് നമുക്ക് വേണ്ടത് എന്താണ് പ്രോഡക്ട്സിൻ്റെ നമ്മൾ അവതാർ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസുകൾ നമുക്ക് മാക്സിമം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഈ പർട്ടിക്കുലർ പ്രോഡക്ട്സൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ AI കംപ്ലീറ്റ്ലി നമ്മളിപ്പം കൊടുക്കുന്ന പ്രോഡക്ട്സ് കംപ്ലീറ്റ്ലി AI ആണെങ്കിൽ ആക്ച്വലി ചില പ്രോഡക്ട്സൊക്കെ ഹയസ്റ്റ് CPM കോസ്റ്റൊക്കെ ഭയങ്കര ഹൈ ആവും. കംപ്ലീറ്റ്ലി AI ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ 55 ഒക്കെ പോകുന്നുണ്ട്, ചിലത് 40 പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ കോസ്റ്റ് ഹൈ ആവുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോംസിന് അറിയാം നമ്മൾ കൊടുക്കുന്നത് AI ആണോ നോർമൽ ആണോ എന്നുള്ളതൊക്കെ മെറ്റയ്ക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ മെറ്റ AI ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നതെങ്കിൽ മെറ്റ അതിന് ഹയസ്റ്റ് CPM കോസ്റ്റ് നമുക്ക് പെനാൽറ്റി അടിക്കും. അത് അവരൊന്നും പറയത്തൊന്നുമില്ല, പക്ഷേ ഇത് നമുക്കിത് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. 55 pounds ഒക്കെ ചില ഏറ്റവും കൂടുതൽ സ്പെൻഡായിട്ട് അവിടെ നമുക്ക് ഹയസ്റ്റ് CPM കോസ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ ആഡ് കോസ്റ്റ് സ്കൈ റോക്കറ്റായി കയറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഹിക്സ് ഫീൽഡിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അത് ഓർഗാനിക്കായിട്ടും നമ്മുടെ ആഡ്സിലൊക്കെ ബൈറോൾസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ചെറിയ പാർട്സുകളായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഫുള്ളായിട്ട് നമുക്ക് AI ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. AI ഡിപ്പെൻഡ് ചെയ്യാനുള്ള പ്രശ്നം
എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം, ആഡ്സിൻ്റെ പ്ലാറ്റ്ഫോംസ് എല്ലാം അത് നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. AI നമ്മൾ ഇട്ടാൽ തന്നെ ആ പ്ലാറ്റ്ഫോംസുകൾ മനസ്സിലാക്കാൻ പറ്റും ഇത് AI ആണെന്നുള്ളത്. അത് ഹയസ്റ്റ് പെനാൽറ്റി നമുക്ക് CPM കോസ്റ്റ് നമുക്ക് അടിച്ചു തരും. അത് നമ്മുടെ ആഡ്സ് കോസ്റ്റ് ഭയങ്കര രീതിയിൽ കൂട്ടും. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഈവൻ ROIs ഒന്നും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ നമുക്ക് ആവശ്യം നല്ല റിയൽ ആയിട്ടുള്ള ആളുകളെ വെച്ചിട്ടുള്ള നമ്മളെ പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് വേണം. അതേ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അത് വെച്ച് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റോക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്യാം. മേ ബി ഫ്രീ പ്രോഡക്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുക. അവരുടെ അടുത്ത് നമ്മൾ പറയുന്ന മോഡലിൽ നമുക്ക് ലക്ഷ്യം അവർ നമ്മളുടെ അവതാറിൽ ബേസ്ഡ് ആയിട്ട് നമുക്കൊരു വീഡിയോ തരണം. വീഡിയോ 1, 2 അല്ലെങ്കിൽ മേ ബി അവർക്ക് നമുക്ക് ഈ അഫിലിയേറ്റ് ലിങ്ക്സ് കൊടുത്തിട്ട് നമുക്ക് അവരെ കൊണ്ട് വേണമെങ്കിൽ മന്ത്ലി ഒക്കെ വീഡിയോസ് 3-4 വീഡിയോസൊക്കെ ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ഇൻഫ്ലുവൻസർ ടൈപ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുക. ആ രീതി ചെയ്യണം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എൻ്റെ ബിസിനസ് ഇതിൻ്റെ മാർക്കറ്റ് പ്ലേസിലും കൂടെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള മോഡലാണ്. ആമസോൺ, eBayയിലും കൂടെയൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. കാരണം അതിൽ കൂടെയൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നല്ല റേറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റേറ്റിംഗ്സിൻ്റെ കാര്യങ്ങളും കൂടെ നമുക്ക് ലാൻഡിംഗ് പേജൊക്കെ വെച്ച് ഒരു അവയർനെസ് കുറച്ചുകൂടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു എക്സ്പാൻഷൻ നമുക്ക് ഈ മാർക്കറ്റ് പ്ലേസിലും നമുക്ക് സെയിൽസും കിട്ടും. എന്നാൽ അതിനകത്ത് കിട്ടുന്ന ഒരു അവയർനെസ്സിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ടുള്ള സെയിൽസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ റിപ്പീറ്റഡ് പർച്ചേസസ് ഒക്കെ നമുക്ക് നമ്മുടെ അടുത്ത നെക്സ്റ്റ് വെബ്സൈറ്റിലോട്ടൊക്കെ വന്ന് വാങ്ങാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. മാർക്കറ്റ് പ്ലേസ് എപ്പോഴും നമുക്ക് സപ്പോർട്ട് തരുന്നതാണ്. മാർക്കറ്റ് പ്ലേസിലൊന്നും ഇടാതെ നമ്മൾ മുന്നോട്ട് പോകാൻ നിൽക്കരുത്. നമുക്ക് ലോങ് റണ്ണിന് ബ്രാൻഡിന് ഒരു അവയർനെസ് കൂട്ടാനും ബ്രാൻഡിൻ്റെ ഒരു എക്സൈറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിനും മാർക്കറ്റ് പ്ലേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള കൺട്രിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മാർക്കറ്റ് പ്ലേസാണ് ആക്ച്വലി ആദ്യം തുടങ്ങേണ്ടത്. മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് നമ്മൾ വെബ്സൈറ്റിലോട്ട് പോകേണ്ടത്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഓക്കെ, നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്ക് മാർക്കറ്റ് പ്ലേസസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ മാർക്കറ്റ് പ്ലേസിൻ്റെ കാര്യങ്ങളോട് നമ്മൾ പ്ലാൻ ചെയ്യുക. അതിനകത്ത് FBA അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മളെ സ്റ്റോക്സ് ഒക്കെ അതിനകത്ത് കീപ്പ് ചെയ്യുക. ആ രീതിയിൽ ചെയ്യാം. പിന്നെ അടുത്തത് മൂന്നാമത്തെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ സ്റ്റോക്ക് ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഈ ടിക്ടോക്ക് ഷോപ്പ് എന്ന് പറഞ്ഞ സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു A-ടയർ പോലെ ഒരു S-ടയർ സാധനമാണ് ടിക്ടോക്ക് ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡലൊന്നും പറ്റത്തില്ല. നമുക്ക് ടിക്ടോക്ക് ഷോപ്പ് UK ഓണാണ്. അവിടെ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടിക്ടോക്ക് ഷോപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. കാരണം ടിക്ടോക്ക് ഷോപ്പിൽ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ടോക്കിനെ കുറച്ച് വെയർഹൗസുകളുണ്ട്, അഫിലിയേറ്റഡ് ആയ വെയർഹൗസ് ഉണ്ട്, അല്ലെങ്കിൽ ടിക്ടോക്കിൻ്റെ തന്നെ മേ ബി വെയർഹൗസ് എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ടിക്ടോക്കിൻ്റെ അഫിലിയേറ്റ് വെയർഹൗസിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓൺ അഡ്രസ്സിൽ അത് വയ്ക്കുക. അവിടെ നിന്നാണ് നമ്മൾ ഷിപ്പ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ടിക്ടോക്കിൻ്റെ തന്നെ അഫിലിയേറ്റഡ് വെയർഹൗസിൽ വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സീംലെസ് ആയിട്ട് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വെക്കാൻ പറ്റും. മീൻസ് ഒരു 3 ഡേയ്സിനകത്ത് കസ്റ്റമേഴ്സിന് ഷിപ്പിംഗ് കൊടുക്കും. നമുക്ക് ഈ ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങളൊന്നും ടിക്ടോക്ക് ഷോപ്പ് വഴി വയ്ക്കാൻ പറ്റില്ല. ടിക്ടോക്ക് ഷോപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ നേരത്തെ കലോഡേറ്റയിൽ കണ്ട സംഭവമാണ് ടിക്ടോക്ക് ഷോപ്പ്. ടിക്ടോക്കിനൊരു ഷോപ്പ് കാറ്റഗറി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ്, നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ബിസിനസ് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് വയ്ക്കാം. ആ ലിസ്റ്റ് ചെയ്ത് വയ്ക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് കസ്റ്റമേഴ്സിന്, അതിനകത്ത് ടിക്ടോക്ക് യൂസേഴ്സിന് നമുക്കൊരു അഫിലിയേറ്റ് കമ്മീഷൻസ് കൂടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു നീ പില്ലോ വയ്ക്കുകയാണ്. നീ പില്ലോ നമ്മൾ ടിക്ടോക്ക് ഷോപ്പ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% കമ്മീഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ അത് ആദ്യം ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ടിക്ടോക്ക് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരുമായിട്ട് ഫ്രീ പ്രോഡക്റ്റ്സ് ഒക്കെ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് കോണ്ടൻറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ അതങ്ങനെ ഒരു 3-4 പേര് കോണ്ടൻറ്റ് ചെയ്ത് കുറച്ച് കോണ്ടൻറ്റുകളാവുമ്പോൾ വേറെ ആളുകളും കൂടെ അത് വർക്കൗട്ട് ചെയ്യും. അത് ഫോളോ ചെയ്യും. കാരണം ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ഇത്ര കമ്മീഷനുണ്ട്, ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട്സ് വരുന്നുണ്ടെന്ന് കാണുമ്പോൾ വേറെ ആളുകളും വേറെ പുറത്തുള്ള ആളുകളും കൂടെ ടിക്ടോക്ക് യൂസേഴ്സൊക്കെ അത് നമുക്ക് ഹെൽപ്പ്, അത് നമ്മളുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് അവർ കോണ്ടൻറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അത് ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ 2-3 ക്ലയൻസിനൊക്കെ അങ്ങനെ എൻ്റെ 2-3 ക്ലയൻസൊക്കെ ടിക്ടോക്ക് ഷോപ്പിൽ ഭയങ്കര രീതിയിൽ വൈറലായ ആളുകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരു 3-4 മാസം കൊണ്ട് പെട്ടെന്ന് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്താണ് അവർക്ക് അതിനകത്തുണ്ടായത്. കാരണം ഇതൊരു നമ്മളിപ്പോൾ കലോഡേറ്റ കാണുന്ന ഒരു മോഡലുണ്ടല്ലോ, അപ്പോൾ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ചില സമയങ്ങളിൽ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ്, ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10-15 ടിക്ടോക്ക് യൂസേഴ്സ് അല്ലെങ്കിൽ ടിക്ടോക്കേഴ്സ് അത് യൂസ് മീൻസ് അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് ഏറ്റെടുക്കും. പിന്നെ അത് കാരണം ഇത് കമ്മീഷൻ കിട്ടും, സെയിലാവും എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ഒരുപാട് ടിക്ടോക്കിലുള്ള ഒരുപാട് ആളുകൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങ് സെയിൽ കയറും. അത് നമ്മളുടെ വെബ്സൈറ്റ് ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇവരുടെ പിക്സൽ, ആ വരുന്ന സെയിലെല്ലാം നമുക്ക് പിക്സലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അവരെ തന്നെ നമുക്ക് ടിക്ടോക്കിനകത്തുള്ള ആഡ്സിലോട്ടും ഡൈവേർട്ട് ചെയ്യാം.
മെറ്റാ ആഡ്സിലോട്ട് നമുക്ക് ആ പിക്സൽ യൂസ് ചെയ്യാം. കാരണം ഈ സെയിം ഓഡിയൻസ് തന്നെയാണല്ലോ വരുന്നത്. അത് ഭയങ്കര രീതിയിൽ നമുക്ക് ഓർഗാനിക്കായിട്ട് നമുക്ക് സെയിൽസ് ബ്രിങ് ചെയ്യും. ചിലപ്പോൾ അത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്സൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ട രീതിയിലൊക്കെ ഒരു സിനാരിയോ ഒക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെ ഇവിടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ടിക്ടോക്ക് ഷോപ്പിനും കൂടെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവരുന്നത്. ടിക്ടോക്ക് ഷോപ്പിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് സ്റ്റേജ് പ്ലാനിങ്. ആക്ച്വലി ഞാൻ പറയുന്ന പോലെ ചിലപ്പോൾ ഞാൻ മൺവെല്ലസിലായിരിക്കും ഇത് പോകുന്നത്. എന്തായാലും ഞാൻ അത് ചെയ്യും. ഇത് നമ്മൾ തുടങ്ങിയോണ്ട് എന്തായാലും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഈ രീതിയിൽ. എൻ്റെ ക്ലയൻസും മിക്ക ക്ലയൻസുകളൊക്കെ പോകുന്ന ഒരു രീതി ഇത് തന്നെയാണ്. എല്ലാ ക്ലയൻസും അല്ല, ചില ക്ലയൻസിൻ്റെയൊക്കെ അവർക്കൊക്കെ ആദ്യമേ അവരുടെ തന്നെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റേജിൽ നിന്ന് നമുക്ക് ഒരു ബ്രാൻഡിലോട്ട് പോവേണ്ട അതും വളരെ ലിമിറ്റഡ് ഫണ്ട് വെച്ച് ലിമിറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് എത്താൻ തന്നെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് സ്റ്റേജൊക്കെ എത്തണമെങ്കിൽ തന്നെ നിങ്ങളൊരു 10,000-15,000 പൗണ്ട്സൊക്കെ വേണം. ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ അത് വലിയ ഫണ്ടാണ്. പക്ഷേ അവിടുത്തെ ഒരു ചെറിയ ഫണ്ടാണ്, അത് ഒരു ലിമിറ്റഡ് ഫണ്ടാണ്. നമ്മളിപ്പോൾ 100K 250K അല്ലെങ്കിൽ 500K പൗണ്ട്സ് ഒന്നും അല്ല നമ്മൾ പറയുന്നത്. അത് ചെറിയൊരു ഫണ്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു ബ്രാൻഡിങ് സ്റ്റേജിലോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതാണ്. അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളെ പ്രോഡക്ട്സുകൾ ട്രൈ ഔട്ട് ചെയ്യുക, ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ട്രൈ ഔട്ട് ചെയ്ത് ഒരു 100 ഓർഡേഴ്സ് വൺസ് 100 ഓർഡേഴ്സ് ഫസ്റ്റത്തെ പ്രോഡക്റ്റൊക്കെ 100 ഓർഡർ എത്തിയാൽ മതി. പക്ഷേ രണ്ടാമത്തേക്ക് നിങ്ങളൊരു 10-25 ഓർഡേഴ്സൊക്കെ എത്തുകയാണെങ്കിൽ ഞാൻ ഉടൻ തന്നെ അതിനെ ബ്രാൻഡിലോട്ട് മാറ്റിയിട്ട് നമ്മൾ അതിനെ മാക്സിമം ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ 3PL വയ്ക്കുക. ടിക്ടോക്കിൽ അത് വർക്കാവുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് നമ്മൾ ഇങ്ങോട്ട് UK അത് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഇങ്ങനെ ചെയ്ത് നമുക്ക് അത്യാവശ്യം പ്രോഡക്റ്റ് ലിസ്റ്റിംഗ് മുന്നോട്ട് പോയി അത്യാവശ്യം ഓർഡേഴ്സൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്താണ് നമ്മളെ തേർഡ് സ്റ്റേജ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയസ്റ്റ് പ്ലാനിങ് ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് സീ ഫ്ലൈറ്റ് വഴി ഇൻവെൻട്രി കൊണ്ടുവരേണ്ട മോഡൽ. ഒരു കണ്ടെയ്നർ 25 കണ്ടെയ്നർ നിറച്ച് പ്രോഡക്റ്റ് കൊണ്ടുവരിക UK. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ആക്ച്വലി നമുക്ക് ഓർഡേഴ്സ് വേണം. അത്യാവശ്യം ഡെയിലി നല്ല ഒരു ഓർഡേഴ്സ് മൂവ്മെൻറ്റ് വേണം. നമ്മുടെ മാർക്കറ്റ് പ്ലേസസിൽ, നമ്മുടെ വെബ്സൈറ്റ് വഴി, ടിക്ടോക്ക് വഴി ഇതിലൊക്കെ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാനിങ് കൊണ്ടുവരാം. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, മേ ബി ഇപ്പം ഇത്രയും ഒരു 20 ഫീറ്റ് നിറച്ച് നമ്മളെ പ്രോഡക്റ്റ് കൊണ്ടുവരണമെങ്കിൽ അത്യാവശ്യം ഒരു എമൗണ്ട് വേണം. അത് എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കിയാലേ പറ്റൂ. പക്ഷേ അത്യാവശ്യം ഒരു എമൗണ്ട് വേണം. നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു 20 ഫീറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു 1 മന്ത് 2 മന്ത്സിനകത്ത് നമുക്കത് സെൽ ഔട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പ്ലാനിങ്ങും വേണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരണമെങ്കിൽ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് നമ്മൾ പ്രോപ്പറാണ്. നമ്മൾ ഡ്രോപ്പ് ഷിപ്പിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു സ്റ്റേജ് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ചില പ്രോഡക്ട്സുകളൊക്കെ ചിലപ്പോൾ ഡള്ളായി പോകും. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്ക് സെക്കൻഡ് സ്റ്റേജ് ഒരു പാർഷ്യൽ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മൂവ് ചെയ്യുന്നത്. കാരണം ഈ സ്റ്റേജിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് എല്ലാ പ്രോഡക്ട്സുകളും മിക്കതും എന്താ പറയുക, നമ്മൾ ഫ്ലൈറ്റ് വഴിയായിരിക്കും എടുക്കുന്നത്. എയർ ഫ്ലൈറ്റ് വഴിയാണ് എടുക്കുന്നത്. എയർ ഫ്ലൈറ്റ് വഴി എടുക്കുമ്പോൾ കണ്ടില്ല ഇപ്പോൾ നമ്മളിവിടെ ടീൻ ഡ്രോപ്പൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രോഡക്റ്റിന് നമ്മൾ $9 $8 ഒക്കെ ആവറേജ് നമ്മൾ ഷിപ്പിംഗ് $6 ഒക്കെ മിനിമമാണ് ഷിപ്പിംഗ് കോസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സെയിം സാധനം തന്നെ നമ്മൾ എന്താ പറയുക, ഈ ബൾക്കായിട്ട് എടുത്ത് എയറിൽ കൊണ്ടുകഴിഞ്ഞാൽ ഓൺ ആൻ ആവറേജ് നമുക്ക് ഒരു 6 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 4 ഒക്കെ ആവും. കുറച്ച് വ്യത്യാസം ഉണ്ടാവും ബൾക്കായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ സീൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു $1.5 നിൽക്കും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് കൂടും. നമ്മളുടെ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ നമ്മൾ ഫസ്റ്റ് വിൽക്കുന്ന എമൗണ്ടിന് തന്നെയാണ് നമ്മൾ വീണ്ടും വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പ്രോഡക്റ്റിൻ്റെ ലാൻഡിങ് കോസ്റ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഫസ്റ്റത്തേൽ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രോഫിറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റ് നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്കിവിടെ ലാൻഡ് ചെയ്യിക്കാൻ പറ്റിയ നമ്മളുടെ പ്രോഫിറ്റ് റേഷ്യോ കൂടും. അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. നമുക്ക് ബൾക്ക് ഇൻവെൻട്രി സീ ഫ്ലൈറ്റിൽ 20 ഫീറ്റ് ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ LC ഷിപ്മെൻറ്റ്സ് ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് അറ്റ്ലീസ്റ്റ് ഒരു 1000 kg പ്ലസ് നമുക്കൊരു ഇൻവെൻട്രി റിക്വയർമെൻറ്റ് വേണം. അപ്പോൾ ഇത്രയും നമ്മുടെ മാർക്കറ്റ് പ്ലേസസിലും ടിക്ടോക്ക് ഷോപ്പിലും നമ്മുടെ വെബ്സൈറ്റിലൊക്കെ അത്യാവശ്യം സെയിൽ നടക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്കൊരു ഹീറോ പ്രോഡക്ട്സും പ്ലസ് അപ്സെൽ പ്രോഡക്ട്സും അതിനെ നമുക്ക് മാക്സിമം നമ്മൾ MOQ വെച്ചിട്ട് നമുക്ക് MOQ അല്ല, അത്യാവശ്യം നല്ല ഒരു വോളിയം എടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 80% സ്റ്റോക്സ് നമ്മൾ UK കീപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ഇത് വരുന്നത്. കുറച്ച് ഓർഡേഴ്സൊക്കെ വേണമെങ്കിൽ നമ്മൾ ചൈനയിലും നമുക്ക് കീപ്പ് ചെയ്യാം. പക്ഷേ ചൈനയിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ പ്രോഡക്റ്റ് എന്തെങ്കിലും ട്രൈ ഔട്ട് ചെയ്യണമെങ്കിൽ മാത്രം വളർന്ന് ഡ്രോപ്പ് ഷിപ്പ് ചെയ്ത് അവിടെ കീപ്പ് ചെയ്താൽ മതി. പക്ഷേ ഓൾറെഡി നമുക്ക് മൂവ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സുകൾ, നമ്മുടെ മാർക്കറ്റ് പ്ലേസ് മൂവ്മെൻറ്റ് ആയിക്കുന്ന പ്രോഡക്ട്സ്, നമ്മുടെ വെബ്സൈറ്റ് മൂവ്മെൻറ്റ് ആയിരിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം നമുക്ക്
ഇതിൽ കൊണ്ടുവരാം. കാരണം ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുന്നതാണ്. സീ ഫ്ലൈറ്റ് വഴി നമുക്ക് അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ച് കസ്റ്റം ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വെയർ ഹൗസും അതിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് ഹീറോ പ്രോഡക്ട്സ് പ്ലസ് അപ്സൽ പ്രോഡക്ട്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് 2 സ്കെയിലിംഗ് ആണ്. ഒന്ന് വെർട്ടിക്കൽ സ്കെയിലിങ്ങും ഒന്ന് ഹൊറിസോണ്ടൽ സ്കെയിലിങ്ങും. നമ്മൾ ഓൾറെഡി നമുക്ക് ടിക്ടോക്കിലും മാർക്കറ്റ് പ്ലേസസിലൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ മാക്സിമം നമുക്ക് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. ഇൻക്രീസ് നമ്മൾ ആഡ് സ്പെൻഡൊക്കെ നല്ല ലെവലിൽ ഇവിടെ ഇൻക്രീസ് ചെയ്യുക. അത് എല്ലാ പ്ലാറ്റ്ഫോമിലും മെറ്റ, ടിക്ടോക്ക്, ഗൂഗിൾ അതിനെല്ലാത്തിലും നമ്മൾ ആഡ് സ്പെൻഡുകൾ മാക്സിമം ഇൻക്രീസ് ചെയ്യുക. നമ്മൾ എല്ലാ അവതാസിലും അത്യാവശ്യം നല്ല രീതിയിൽ അതൊന്ന് എന്താ പറയുക നല്ല രീതിയിൽ ഒന്ന് സ്കെയിൽ ചെയ്ത് കയറുക. മേ ബി ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമ്മുടെ പെർ ഡേ ആഡ് സ്പെൻഡൊക്കെ ചിലപ്പോൾ 2000 പൗണ്ട്സ് മുകളിലൊക്കെ എത്താനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ നല്ല രീതിയിൽ നമുക്കത് സ്കെയിൽ ചെയ്യാം. പിന്നെ ഈ ഒരു സ്റ്റേജൊക്കെ നമ്മൾ മേ ബി എന്താ പറയുക ഈ Q4 സെഷനൊക്കെ മുമ്പ് വേണം നമ്മൾ ഇതുപോലത്തെ ഒക്കെ എത്തിക്കാൻ വേണ്ടി. ഇപ്പം Q4 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്കൊരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി അതാണ് മെയിൻ വരുന്നത്. ഈ Q4 സെഷൻസൊക്കെയാണ് നമുക്ക് ഒരുപാട് നമ്മളൊരു സ്റ്റോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ബ്ലാസ്റ്റ് ചെയ്ത് നമുക്ക് സെയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ലെവലിൽ നമുക്ക് അതിന് മുമ്പ് ആ ഒരു Q4 സെഷൻസൊക്കെ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തണം. നമ്മൾ ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണം. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഓൺ പ്രോഡക്ട്സ് നമുക്കറിയാം, ഇത് ക്വാളിറ്റി ഉണ്ട്, നമ്മുടെ ലോഗോ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു 60 days വാറണ്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് അറ്റ്ലീസ്റ്റ് 1 വർഷമെങ്കിലും ഇരിക്കും. നമുക്കത് നല്ല രീതിയിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇവിടെ ഞാൻ ചെയ്യുമ്പോൾ എനിക്കൊരു ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് അവിടെ പോകുമ്പോൾ കസ്റ്റമേഴ്സ്, ഞാൻ എന്നും രാവിലെ എണീറ്റിട്ട് നോക്കുന്ന കാര്യം ഈ ഒരു ഇൻബോക്സ് ആണ്. ഇതിലാരെങ്കിലും എന്താ പറയുക ഒരു റീഫണ്ട് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഡയറക്റ്റായിട്ട് റീഫണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടോ. കാരണം അതൊരു ടെൻഷനാണ് എനിക്ക്. ആ ഒരു ഡ്രോപ്പ് ഷിപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഈ സെയിൽസ് ഒന്നും എടുക്കുന്നത് എനിക്കൊരു ടെൻഷനല്ല. ആക്ച്വലി സെയിൽസൊക്കെ നമുക്ക് എങ്ങനെ വേണോ എടുക്കാം, നമുക്ക് എങ്ങനെ വേണോ സ്കെയിൽ ചെയ്യാൻ മുന്നോട്ട് പോകാം. പക്ഷേ ഓർഡർ പോയതിനു ശേഷമാണ്, ഓർഡർ വന്നാലാണ് എനിക്ക് ടെൻഷൻ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ. കാരണം ചില സമയങ്ങളിൽ ഇവർ ഡിലേ ആവും, ഇവരെ പ്രോസസ്സൊക്കെ ഡിലേ ആവും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഷിപ്മെൻറ്റ്സ് ഡിലേ ആണ്, കുറച്ച് ഡിലേ ആണ്. ഇപ്പോൾ അതുകൊണ്ട് ഇത്രയും ഓർഡേഴ്സ് അവൈറ്റിങ്ങിൽ നിൽക്കുകയാണ്. ഇത് നമ്മൾ കൊടുത്തത് ജൂലൈ 15 കൊടുത്ത ഓർഡറാണ്. ഇന്ന് ഇപ്പോൾ ജൂലൈ 20th ആയി. പക്ഷേ ഇപ്പോഴും അത് ഷിപ്മെൻറ്റിലോട്ട് അവൈറ്റിംഗ് കളക്ഷനിൽ നിൽക്കുകയാണ്. ഇന്നും അത് പിക്കപ്പ് ആയിട്ടില്ല. എനിക്ക് ഇനി രാവിലെ നാളെ എക്സ്കലേറ്റ് ചെയ്ത് ചോദിക്കണം ഇതെന്താണ് പിക്കപ്പ് ആവാത്തതെന്ന്. മേ ബി ഇപ്പോൾ ഇറാൻ വാറൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ അതിപ്പം ചോദിക്കണം. കാരണം അത് അല്ലെങ്കിൽ അവരുടെ വെയർ ഹൗസിലോട്ട് സാധനം എത്താനുള്ള ടൈം. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ടെൻഷനാണ്. കാരണം നമ്മളെ കസ്റ്റമർ നമുക്ക് ചോദിക്കും അതിന് ഇത്രയും പോയ പ്രോഡക്ട്സ് ഇപ്പോൾ ഇത്രയും ഡെലിവേർഡായി. ഭാഗ്യം കൊണ്ട് ആരും ഇതുവരെ പ്രശ്നമൊന്നും പറഞ്ഞില്ല. 24 ഓർഡേഴ്സ് നമുക്ക് ഡെലിവറായി. നമുക്ക് ഇതുവരെ മെയിൽസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇതൊരു ടെൻഷനാണ് എനിക്ക് എപ്പോഴും. ഇത് ആരെങ്കിലും നമുക്ക് റിട്ടേൺ റിക്വസ്റ്റ് തരുമോ, റീഫണ്ട് റിക്വസ്റ്റ് തരുമോ. അപ്പോൾ ആക്ച്വലി അത് വലിയ സ്കെയിലിൽ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് പോകും. നിങ്ങൾ കൊടുക്കുന്ന ബാറ്ററി പ്രോഡക്ട്സ് അങ്ങനെയൊക്കെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടത്തില്ല. മേ ബി നിങ്ങളൊരു കസ്റ്റമറിന് നല്ലൊരു സർവീസ് കൊടുക്കണം, നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അവിടെ ഉറക്കം കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്ത് നമുക്ക് എന്താ പറയുക വളരെ സമാധാനത്തോടുകൂടി നമുക്ക് നല്ല രീതിയിൽ സ്കെയിൽ ചെയ്ത് നമ്മുടെ ബിസിനസ് മാത്രം കസ്റ്റമേഴ്സിന് നല്ലൊരു സർവീസ് പ്രോഡക്ട്സ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ആ രീതിയിൽ നമ്മളത് ചെയ്യണമെങ്കിൽ നമ്മളെ കയ്യിൽ പ്രോഡക്റ്റ് തന്നെ വേണം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്ന രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇത്രയും സിനാരിയോസ് ഉണ്ടായിട്ടും നമുക്ക് ആക്ച്വലി ഒരു ടെൻഷൻ തന്നെയാണ്. ഇന്നും നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുമ്പോൾ ടെൻഷൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ തന്നെയാണ്. അവർ ചൈനയിലിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ടീമാണ് അയക്കുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ അവർ ഡെയിലി തൗസൻഡ്സ് ഓഫ് ഓർഡേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ അത് സിംഗിൾ പീസായിട്ട് അവർ പാക്ക് ചെയ്ത് വിടുന്നതാണ്. ചിലപ്പോൾ അവർക്ക് എറേഴ്സ് വരാം. അവർ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ചിലപ്പോൾ പ്രോഡക്റ്റ് മാറാം, പ്രോഡക്റ്റ് എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഈ ഒരു പില്ലോ കൊടുത്തു. ചിലപ്പോൾ ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ ചില പില്ലോസ് ചിലപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള പില്ലോ ആയിരിക്കും. ഇവർ പറയുന്നവർ യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരിൽ എത്ര പ്രോഡക്ട്സ് ഡെയിലി വരുന്നുണ്ടായിരിക്കും. ഞാൻ അറിഞ്ഞത് ടീം ഡ്രോപ്പിൻ്റെ ടീമുമായിട്ടും അതിൻ്റെ ഹെഡായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് 6,000 to ചില പീക്ക് ടൈമിൽ 10,000 ഓർഡേഴ്സൊക്കെ അവർ ഡെയിലി അത് മുന്നോട്ട് പ്രോസസ്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു 5,000 ഓർഡേഴ്സ് അവർ പ്രോസസ്സ് ചെയ്യണമെന്ന് വയ്ക്കുക. അവർ പല വെയർ ഹൗസായിട്ട് 5,000 ഓർഡേഴ്സും മേ ബി അത് ചില ഓർഡേഴ്സിൽ ചിലപ്പോൾ 2-3 യൂണിറ്റ്സ് ഒക്കെ ആയിരിക്കും. അവരെല്ലാ ഓർഡേഴ്സും അവരെ ഫാക്ടറിയിലോട്ട് അവരെ വെയർ ഹൗസിലോട്ട് പല ഫാക്ടറീസും വരുന്നത് അവർ എല്ലാം നോക്കി ഓൺ ചെയ്ത് നോക്കി അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള QC ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടാണ്. അത് ഭയങ്കര പാടാണ്.
പക്ഷേ നമ്മളൊരു ബൾക്കായിട്ട് കൊടുക്കുന്ന സോഴ്സിംഗ് ഒക്കെ ഡെഫിനറ്റ്ലി ആ ഫാക്ടറി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് QC ചെക്ക് ചെയ്ത് അതിൻ്റെ പുറത്തൂടെ നമ്മളുടെ സോഴ്സിംഗ് ഏജൻറ്റും കൂടെ അതിനെ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. ആ ഒരു സർവീസൊക്കെ ചെയ്തിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ അതിനതും പിന്നെ ഇവിടെ വന്നതിന് ശേഷവും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരോട്ട് ക്ലെയിം ചെയ്യാനും കാര്യങ്ങളും പറ്റും. ഇവിടെയും ക്ലെയിമിങ് പറ്റും, പക്ഷേ ഇത് ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ കയ്യിലാണ് പോകുന്നത്. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾ ബാറ്ററി പ്രോഡക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ബാറ്ററി പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടും. കാരണം നിങ്ങൾ ഹാർഡ് ആൻഡ് മണി ആയിട്ടുള്ള എമൗണ്ട് ഈ മെറ്റാ ആഡ്സിലൊക്കെ ഇട്ടിട്ട് വലിയ പാടുപെട്ട് നിങ്ങൾ എത്രയോ ദിവസം ഇരുന്ന് അതിൻ്റെ ലാൻഡിങ് പേജും കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്താണ് നിങ്ങളൊരു സെയിൽ എടുക്കുന്നത്. വലിയ പാടാണ് ഇത് എടുക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ഉണ്ടല്ലേ ഒരു മാസം ഞാൻ എൻ്റെ പല കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതിനകത്തിരുന്നത്. അപ്പോൾ എനിക്കത് ഒരു മാസം കൊണ്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. 10 വർഷത്തെ ഒരു ദിവസം പോലും ഞാനത് ചെയ്യാതിരുന്നിട്ടില്ല. എനിക്കൊരു ഷോപ്പിഫൈ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് അത്ര യൂസ്ഡാണ്, ഇത്രയും വർഷമായിട്ട് ഞാൻ ചെയ്ത് യൂസ്ഡാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും ടെൻഷൻ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടെൻഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഹാർഡ് ആൻഡ് മണി നിങ്ങൾ വലിയ പാടുപെട്ട് പഠിച്ച ഒരു കാര്യം അത് മുന്നോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ബാറ്ററി പ്രോഡക്ട്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കാണേണ്ടത് നമുക്ക് ഈ ഷോപ്പിഫൈയിലുള്ള സെയിൽസോ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ കണ്ടില്ലേ, അതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ കാണിക്കുന്നവരൊക്കെ അത് നിങ്ങളെ ഫ്രണ്ടിൽ അവർ കാണിക്കുന്നേ ഉള്ളൂ. അവരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എത്ര റിട്ടേൺ റേറ്റ് ഉണ്ട്, നിങ്ങൾ എത്ര കസ്റ്റമേഴ്സ് റിട്ടേൺസ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചതുപോലെ അവരുടെ ഈ സപ്പോർട്ട് മെയിൽ അവർക്ക് തുറന്ന് കാണിക്കാൻ പറ്റുമോ, അതൊക്കെ ചോദിക്കുക. അതൊക്കെ നമ്മൾ ഇതിനകത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജസ് എല്ലാം നമുക്ക് പ്രോപ്പറാണ്. പിന്നെ നമ്മൾ സെയിൽസിൽ മാത്രം എനിക്ക് ഫോക്കസ് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്റ്റ് ഓൾറെഡി നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നമ്മൾ എത്തിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇതിനകത്തുള്ള ഒരു എന്താ പറയുക നമ്മുടെ മൈൽ സ്റ്റോൺസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെർട്ടിക്കൽ സ്കെയിലിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ആഡ് സ്പെൻഡ് ഇൻക്രീസ് ചെയ്യുക. മറ്റേ ആഡ്സും ടിക്ടോക്ക്, ഗൂഗിൾ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിൽ നമ്മളെ ഓഡിയൻസ് ഉണ്ടോ അവിടെ എല്ലാം ഇൻഫ്ലുവൻസ് നമ്മൾ ചെയ്യുക. പിന്നെ ഇൻഫ്ലുവൻസർ ടൈപ്സുകൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക ടിക്ടോക്കിലും മറ്റേലൊക്കെ. പിന്നെ ഓർഗാനിക് SEO, ഓർഗാനിക് മാർക്കറ്റിങ്ങും നമ്മളെ ഈ റീൽസ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ടിക്ടോക്കിനകത്തുള്ള വീഡിയോസ് അതൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ SEOയും നല്ല ലെവലിൽ ഫോക്കസ് ചെയ്യണം. കാരണം പല ഗോൾഡ് മൈൻസും നമുക്ക് ചിലപ്പോൾ അതിനകത്ത് നിന്ന് SEO നമുക്ക് കിട്ടും. ചിലപ്പോൾ ചില പ്രോഡക്ട്സിനൊക്കെ കീവേഡ്സിൻ്റെ എന്താ പറയുക അതിൻ്റെ കോമ്പറ്റീഷൻസ് വളരെ ലോ ആയിരിക്കും. നമ്മൾ അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ SEO ഒക്കെ നമുക്ക് ഫ്രീ ട്രാഫിക്സ് നമുക്ക് കിട്ടും. അതും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ സ്കെയിലിങ്ങിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത്രയും പ്രോഡക്ട്സ് നമ്മൾ ഇരിക്കുന്നുണ്ട്, നമുക്കത് അടിപൊളിയായിട്ട് അത് പ്ലാൻ ചെയ്യാനും പറ്റും. പിന്നെ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ പ്രോഡക്റ്റ് ലൈൻസ് നമ്മൾ പ്ലാൻ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ പ്ലാനിങ്ങിൽ ഞാൻ പറയുന്നത് ഒരു 10-15+ പ്രോഡക്ട്സ് എങ്കിലും നമ്മുടെ ബ്രാൻഡിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഡിമാൻഡ് ജെൻ ഹൈ ടിക്കറ്റ് പ്രോഡക്ട്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ആക്ച്വലി അത് എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു 200 pounds 300 pounds ഒക്കെ പ്രോഡക്ട്സുകൾ നമുക്ക് ചിലപ്പോൾ ഈ ആളുകൾ മറ്റേ ഗൂഗിൾ ട്രെൻഡ്സിലൊക്കെ എപ്പോഴും ട്രെൻഡായി നിൽക്കുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സെർച്ച് വോളിയം ഉള്ള പ്രോഡക്ട്സുകൾ ഗൂഗിൾ ആഡ്സ് വഴിയൊക്കെ നമുക്കത് ഡിമാൻഡ് ജനറേഷൻ ഉള്ള പ്രോഡക്ട്സുകൾ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മളുടെ ബ്രാൻഡിന് ഇത്രയും അവയർനെസ് ഉള്ളതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് പ്ലേസസിലുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും അവയർനെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് ഒരു 200 pound അല്ലെങ്കിൽ 300 pound ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും യൂസേഴ്സ് വന്നിട്ട് അത് വാങ്ങാനൊക്കെ ഉള്ള ഡയറക്റ്റായിട്ട് നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് ഗൂഗിൾ ട്രാഫിക്കിൽ നിന്നൊക്കെ വന്നിട്ട് ഗൂഗിൾ ആഡ്സ് ട്രാഫിക്കിൽ നിന്ന് വന്നിട്ട് വാങ്ങാനോ ചാൻസ് ഉണ്ട്. അതിനെ നമുക്ക് SEO ഒക്കെ ചെയ്ത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല സെയിൽസൊക്കെ വരും. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കൺവേർഷൻ റേറ്റ്സ് ഒക്കെ കൺവേർഷൻ അല്ല കോസ്റ്റ് പെർ അക്വിസിഷൻസ് ഒക്കെ നല്ല രീതിയിൽ കുറയ്ക്കും. അതൊക്കെ നോക്കാം. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളതിൽ അതർ മാർക്കറ്റ് എക്സ്പാൻഷൻസ് ഒക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. നമുക്ക് അത്യാവശ്യം UK റീജിയനിൽ നമ്മൾ ഒപ്റ്റിമൈസ്ഡ് ആണ്. നമുക്ക് അത്യാവശ്യം മുന്നോട്ട് പോകാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ എല്ലാം അത്യാവശ്യം നല്ല സെയിൽസ് വരുന്നുണ്ട്. നമുക്ക് മൂവ്മെൻ്റ് ഉണ്ട്. നമ്മളെ എല്ലാ പ്രോഡക്ട്സുകളും അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 80% പ്രോഡക്റ്റിന് നല്ല മൂവ്മെൻറ്റ്സ് ഉണ്ട്. എങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, അടുത്ത ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ ഉള്ള ഒരു ചെറിയ രീതിയിലുള്ള പ്ലാനിങ് തുടങ്ങാം എക്സ്പാൻഷന്. പിന്നെ ഓഫ്ലൈൻ പ്രസൻസ് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് വർക്കൗട്ട് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് പല റീറ്റെയിലേഴ്സുമായിട്ടും നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് സ്റ്റാറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കാം. നിങ്ങൾ ആമസോണിൽ എത്ര പ്രസൻസ് ഉണ്ട്, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എത്ര സെയിൽസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റീറ്റെയിൽ എങ്കിലും ചെറിയ റീറ്റെയിലേഴ്സ് എങ്കിലും അത് നിങ്ങളിൽ നിന്ന് എടുക്കാനൊക്കെ തയ്യാറാവും. അപ്പോൾ നമുക്ക് റീറ്റെയിലേഴ്സൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ചിലപ്പോൾ അവർക്ക് 50 units ഒറ്റയടിക്ക് നമുക്ക് ഹോൾസെയിലൊക്കെ വിൽക്കാൻ പറ്റും.
അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് റവന്യൂ നമ്മുടെ കമ്പനി ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്കെയിലിംഗ് സ്റ്റേജ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്നത് ഞാൻ മെയിൻലി ആക്ച്വലി പറയുമ്പോൾ നിങ്ങൾ ഇത്ര 1 മില്യൺ അടിക്കണം അല്ലെങ്കിൽ 2 മില്യൺ 10 മില്യൺ അടിക്കണം എന്നുള്ള ഒരു ഗോളല്ല നമ്മളെ മെയിനായിട്ടുള്ള ഗോൾസ്. റവന്യൂവും പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ബൈ പ്രോഡക്റ്റാണ്. നമ്മൾ എത്രത്തോളം ബെറ്ററായിട്ട് കസ്റ്റമറിന് സർവീസ് കൊടുക്കും അത്രത്തോളം ബെറ്ററായിട്ട് കസ്റ്റമർ നമ്മളെ നിന്ന് വാങ്ങും. അവർ റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങുമ്പോൾ നമ്മളെ ഈ അക്വിസിഷൻ കോസ്റ്റ് എന്താ പറയുക വളരെ ഡ്രാസ്റ്റിക്കലി ഡൗൺ ആവും. അത് നമുക്ക് പ്രോഫിറ്റ് കൊണ്ടുവരും. അങ്ങനെയാണ് ആക്ച്വലി ഒരു ബിസിനസ് റൺ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അച്ചീവ് 20 to 25% ഈ ലോവർ ദാൻ ടാർഗറ്റ് CPA. നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനെ അക്യൂർ ചെയ്യാൻ നമ്മളൊരു 20 pounds ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറ്റ്ലീസ്റ്റ് 20 to 25 pounds താഴെ വെച്ചിട്ടൊരു CPAയിൽ ഇത് ഒരു ഇയർലി പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു ടാർഗറ്റ്. ഈ ടാർഗറ്റ് എത്തണമെങ്കിൽ ആക്ച്വലി ഈ താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫസ്റ്റത്തെ ടാർഗറ്റ് ഞാൻ എത്തുന്ന. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു 2% താഴെ റീഫണ്ട് റേറ്റ്. നമ്മളെ പ്രോഡക്ട്സിന് റീഫണ്ട്സ് എല്ലാം ഒരു 2% താഴെ നിൽക്കണം ടോട്ടലായിട്ട് ഒരു ആനുവൽ കാൽക്കുലേഷൻ എടുക്കുമ്പോൾ. ഇപ്പോൾ ഒരു 10,000 പേര് വാങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1% താഴെ ആകുമ്പോൾ എത്രയാണ് ഒരു 100 ആ റേഞ്ചൊക്കെ നമുക്ക് വരാവും. 100-150 ഒരു റീഫണ്ട് റേറ്റൊക്കെ വരാവും. അത് കൃത്യമായിട്ട് കസ്റ്റമേഴ്സ് ഞാൻ ഇപ്പോൾ കണ്ടില്ല, ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ അവർക്ക് ഓക്കെ നിങ്ങൾ ആ ഇമേജ് ഒന്ന് അയക്കുക, പിറ്റേന്ന് തന്നെ നമ്മൾ റീഫണ്ട് ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് തന്നെ ഷോപ്പിഫൈ തന്നെ നമുക്ക് റീഫണ്ട് പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും അവരുടെ അതേ പേയ്മെൻറ്റ് മെത്തേഡിലോട്ട്. അപ്പോൾ അത് ചെയ്യാം. പിന്നെ 20 to 30% കസ്റ്റമർ റിട്ടൻഷൻ, ഒരു 30% കസ്റ്റമറെങ്കിലും വാങ്ങിച്ച ആളുകൾ തിരിച്ച് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാം. പിന്നെ ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഒരു 20% പ്ലസ് എത്തിക്കുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആനുവൽ നെറ്റ് പ്രോഫിറ്റ് 20% മുകളിലെത്തും, തീർച്ചയായും എത്തും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരു 50K കസ്റ്റമേഴ്സ് ഈ ഒരു ബ്രാൻഡിൽ ബിൽഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഈ ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി ഈ രീതിയിലാണ് ബ്രാൻഡ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു DTC ഇ-കോമേഴ്സ് ബ്രാൻഡ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഇതേ രീതിയിലാണ്. ഇപ്പോൾ 50K കസ്റ്റമേഴ്സൊക്കെ UK ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു നമുക്കൊരു മൊമെൻ്റ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മളൊരു 1 മില്യൺ പൗണ്ട് എനിക്ക് തോന്നുന്നു 34,000 കസ്റ്റമേഴ്സൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്തും. മാക്സിമം 35,000 കസ്റ്റമേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ 1 മില്യൺ പൗണ്ട് നമ്മൾ ക്രോസ് ചെയ്യും. 50K ആവുകയാണെങ്കിൽ നമുക്ക് 1.5 to 2 മില്യൺ അടുപ്പിച്ചുള്ള ഒരു സെയിൽസ് നമുക്ക് എത്തിയിട്ടുണ്ടാവും. കുറച്ചുകൂടെ ആവറേജ് വാല്യൂ ഹൈ ആണ്, നമ്മൾ ആ ടിക്കറ്റ് സൈസൊക്കെ കുറച്ചുകൂടെ ഹൈ ആണെങ്കിൽ ഡെഫിനറ്റ്ലി 2 മില്യൺ അടുപ്പിച്ചുള്ള സെയിൽസ് നമുക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യൻ റുപ്പീസ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഇന്ത്യൻ റുപ്പീസിലോട്ട് നമ്മൾ ഇവിടെയുള്ള സെയിൽസ് ഒന്നും ആക്ച്വലി ഇന്ത്യൻ റുപ്പീസിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ത്യയും അവിടെയും നമ്മൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസാണ്. നമ്മളത് അവിടെ നമ്മൾ 1 മില്യൺ അടിച്ചു കഴിഞ്ഞാൽ മേ ബി ഇവിടെ നമ്മളുടെ 10 കോടി രൂപയായി, 10 കോടി മുകളിലായി. നമ്മൾ 10 കോടി രൂപ ഉണ്ടാക്കി അങ്ങനെ പറയില്ലേ, അങ്ങനെ അതല്ല. ഇന്ത്യയിൽ സിനാരിയോ ഇസ് ഡിഫറെൻറ്റ്, അതല്ല, നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങളും ഒരു ബ്രാൻഡ് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ സീരീസ് ഇവിടെ എൻ്റെ ആവാനുള്ള ടൈമായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിവിടെ എല്ലാം നമ്മളിവിടെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോസ് കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം ചില വീഡിയോസൊക്കെ ചിലപ്പോൾ 40 minutes 1 hours ഒക്കെ പോയിട്ടുണ്ട്. മേ ബി ഈ വീഡിയോയും ചിലപ്പോൾ 1 hour മുകളിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ നേരമായിട്ട് ഇവിടെ ഇതിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊക്കെ മെൻഷൻ ചെയ്യുക. ഓരോ വീഡിയോസിൻ്റെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇത് ചിലപ്പോൾ ഞാനിത് സിംഗിൾ വാച്ചായിട്ടും പിന്നീട് ഞാൻ എൻ്റെ ചാനലിടും, സിംഗിളായിട്ട് വാച്ച് ചെയ്യാനും. ഇപ്പോൾ ഫസ്റ്റ് ഇരുന്നത് ഞാൻ പ്ലേലിസ്റ്റായിട്ട് വീഡിയോസ് ഓരോ വീഡിയോ 1 വീഡിയോ 2 ആയിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പ്ലാനിങ് അനുസരിച്ച് ഞാൻ എഴുതി വെച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു മെമ്പർഷിപ്പിൻ്റെ കാര്യം ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിങ്ങൾ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. ഞാൻ വേറെ പ്രോഗ്രാംസോ റെക്കോർഡഡ് കോഴ്സോ ഒന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല.
മെമ്പർഷിപ്പാണ് മെയിനായിട്ട് ഞാനിപ്പോൾ ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളൊരു Q&A സെഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്ന ഈ മെമ്പർഷിപ്പ് വഴിയാണ്. ഓക്കെ, നമുക്ക് വേറെ പ്രോഗ്രാംസൊക്കെ ഞാനിപ്പോൾ നേരത്തെ പ്രോഗ്രാംസൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ കുറച്ച് ബിസി ആയതുകൊണ്ട്, ഞാൻ എൻ്റെ ബ്രാൻഡ്സൊക്കെ ബിസി ആയതുകൊണ്ട്, പിന്നെ ആക്ച്വലി 2026 ഒരു റെക്കോർഡഡ് കോഴ്സിൻ്റെ ഒന്നും കാര്യം ഒന്നുമില്ല. അതാണ് ഏറ്റവും വലിയൊരു റീസൺ ഞാൻ റെക്കോർഡഡ് കോഴ്സ് എടുക്കാത്തത്. ഇന്ന് നിങ്ങൾക്കെല്ലാം വലിയ എക്സ്പെർട്ടായിട്ടുള്ള ക്ലൗഡ്, ChatGPT, അതിലും വലിയ ജെമിനൈ, ഇതൊക്കെ നിങ്ങളെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാക്സിമം ഇൻഫർമേഷൻസ് കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്താൽ തന്നെ കിട്ടും മാക്സിമം. ഓക്കെ, അത് നമ്മളിപ്പോൾ മാത്രമല്ല, നമ്മൾ റെക്കോർഡ് കോഴ്സ് തന്നു കഴിഞ്ഞാൽ മേ ബി അത് എത്ര ദിവസം അതിനല്ല എത്ര മാസം അതിന് വാലിഡിറ്റി, എന്താ പറയുക, അതിൻ്റെ ആ കോണ്ടന്റിൻ്റെ വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി ഓരോ ദിവസവും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അടുത്ത ഒരു 2-6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ മാറും, പുതിയത് ഇതിലാവും. അപ്പോൾ നിങ്ങളത് റെഗുലർലി എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്ക് മാത്രമേ അത് അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെക്കോർഡ് കോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയത്. പിന്നെ ഉള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് മീ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ടീമുമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രോഗ്രാമുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മീറ്റിംഗ് ലിങ്കിൽ ഒരു മീറ്റിംഗ് ബുക്ക് ചെയ്യുക. ഒരു പെയ്ഡ് മീറ്റിംഗ് ആണ്, അത് ബുക്ക് ചെയ്യുക. അത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ എടുക്കൂ. അതിൻ്റെ ഒരു എലിജിബിലിറ്റി ഞാൻ വെച്ചിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ഫസ്റ്റ് 100 ഓർഡേഴ്സ് എങ്കിലും നിങ്ങൾ ഇന്ത്യയിലെങ്കിലും ഒരു സ്റ്റോർ റൺ ചെയ്ത് നിങ്ങളൊരു ഓർഡർ എടുത്ത് നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ള ഫണ്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഞാനത് ആ ഒരു പ്രോഗ്രാമിലോട്ട്, അത് സിംഗിൾ 1-to-1 ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് ഞാൻ എലിജിബിലിറ്റി തരൂ. കാരണം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ ഈ ബിസിനസ്സിൽ നിൽക്കണം, ഇത് വളരെ ആത്മാർത്ഥമായിട്ട് റൺ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ആളുകൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ ടീമിൻ്റെ ടൈമൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് അത് നമുക്ക് ചുമ്മാ എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുക്കാനും പറ്റില്ല. വളരെ ഫിൽറ്റേർഡ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പിലോട്ട്, യൂട്യൂബ് മെമ്പർഷിപ്പിലോട്ട് നിങ്ങൾ എടുക്കാം. അവിടെ നമുക്ക് മന്ത്ലി ഒരു 2 times എങ്കിലും ഞാൻ Q&A സെഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലൈവ് ചാറ്റും കാര്യങ്ങളൊക്കെ, ഒരു ചാറ്റ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്കുള്ള കമൻസൊക്കെ വേണമെങ്കിൽ ഞാൻ പ്രയോറിറ്റി കമൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് വയ്ക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മെമ്പർഷിപ്പിൻ്റെ കാര്യങ്ങൾ. നിങ്ങൾ നോക്കുക. പിന്നെ ഞാൻ പ്രൈവറ്റായിട്ട് കുറച്ച് വീഡിയോസും അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞ പല ടോപ്പിക്കിൻ്റെയും ലോങ് ലെന്ത് വീഡിയോസ് ഡയറക്റ്റായിട്ട് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തൊക്കെ അതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തൊട്ട് നമ്മളെ വീഡിയോസ് കണ്ട എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. നമുക്ക് വീണ്ടും ഞാൻ ഈ റെഗുലറായിട്ട് യൂട്യൂബിൽ നിൽക്കാം, വീഡിയോസ് എല്ലാം നോക്കാം. മാക്സിമം നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ഇ-കോമേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസുകൾ മാക്സിമം ഞാൻ ഇടാൻ നോക്കാം. പല നിഷസിൽ ഒക്കെ ചെയ്യാൻ നോക്കാം. പല മാർക്കറ്റ്സിലും ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോൾ ഒരു US ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള നമുക്ക് വേണമെങ്കിൽ ഒരു ചലഞ്ചിലോട്ടൊക്കെ പ്ലാൻ ചെയ്യാം. ഞാൻ അത് ഉറപ്പ് പറയുന്നില്ല. എൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എനിക്ക് അലോക്കേറ്റ് ചെയ്തിട്ട് എനിക്കത് ഉറപ്പ് പറയാൻ പറ്റും. അത് മാക്സിമം ഞാൻ ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്ക് മെസ്സേജ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനത് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് അധികം യൂസ് ചെയ്യാത്ത ആളാണ്. ഞാൻ ഇനി ഇൻസ്റ്റ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പോലുള്ള പ്ലാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇൻസ്റ്റ നോക്കാറില്ല. ഞാൻ എൻ്റെ ഫോണിലൊന്നും അത് ഡിസ്ട്രാക്ഷനുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ ഫോണിലൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതിൻ്റെ ഇൻസ്റ്റയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക് യു എവരിവൺ. എല്ലാവരും ഈ വീഡിയോസ് എല്ലാം കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ആരെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയും വീണ്ടും കാണാം. ബൈ, താങ്ക് യു, പീസ്.